എന്ന വിഭാഗത്തിൽ പോയി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തോ അതുമല്ലെങ്കിൽ ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾക്ക് ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളിയാവാം. കൂടുതൽ വിവരങ്ങൾക്ക് 8714-011-099 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വ്യക്തിപരമായ പല കാരണങ്ങൾ കൊണ്ടും ലിറ്റ്മസ് 24-ൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നോർത്ത് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ലിറ്റ്മസ് 24-ൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയോ അതുമല്ലെങ്കിൽ പണമില്ലാത്ത മറ്റൊരു വ്യക്തിയോ സ്പോൺസർ ചെയ്യാൻ നിങ്ങൾക്കും അവസരമുണ്ട്. essensglobal.com എന്ന വെബ്സൈറ്റിൽ സ്പോൺസർഷിപ്പ് ടിക്കറ്റ് എന്ന വിഭാഗത്തിൽ പോയി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തോ അതുമല്ലെങ്കിൽ ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾക്ക് ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളിയാവാം. കൂടുതൽ വിവരങ്ങൾക്ക് 8714-011-099 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മളുടെ സമാധാനമത വാർത്തകളുടെ മറ്റൊരു എപ്പിസോഡ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു വീഡിയോ നമ്മളുടെ ശ്രദ്ധയിൽ പെടുന്നത്. വീണ്ടും നമ്മളുടെ ബലിമൃഗമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് MM അക്ബർ സാഹിബ് തന്നെയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു അഭ്യർത്ഥന സാഹിബിനോട് എനിക്ക് വെക്കാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആവനാഴിയിൽ ഇപ്പോൾ അമ്പ് ബാക്കിയൊന്നുമില്ല എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അവസാനത്തെ ഒരു കച്ചിത്തിരുമ്പ് എന്ന വണ്ണം നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി എന്ന് പറയുന്നത് വീഡിയോകൾ അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ച് പൂട്ടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ആണ് നിങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, അത്രയും നമുക്ക് പറയാനുള്ളൂ. പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പൊള്ളത്തരങ്ങൾ അത് നമ്മളിവിടെ എക്സ്പോസ് ചെയ്യും. മാത്രമല്ല, നിങ്ങൾക്ക് അള്ളാഹുവിൽ അപാരമായ വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ നുണയാണ് പറയുന്നത് എന്ന് നിങ്ങൾക്കൊരു പൂർണ്ണ ബോധ്യമുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ അടിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നാണ് എന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതായത് MM അക്ബറുടെ ഒരു പരിപാടി കഴിഞ്ഞ ദിവസം നടന്നതാണ്. അതിലെ മൊത്തം വലിയ വീഡിയോ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ ചെയ്യാറുള്ളത് പോലെ പുള്ളി അതിൽ നിന്ന് ബിരിയാണിക്ക് അരിയുന്ന പോലെ, കറിക്ക് അരിയുന്ന പോലെയൊക്കെ, ഉപ്പേരിക്ക് എന്നൊക്കെ വണ്ണം ഇങ്ങനെ ചക എന്ന് അരിഞ്ഞ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ചില വീഡിയോകൾ നമ്മളെ ഫ്രണ്ടിലേക്ക് വരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ട് ഇസ്ലാം മാത്രം ഇങ്ങനെ വിമർശിക്കപ്പെടുന്നു എന്ന് പറയുന്നൊരു ചോദ്യം. അതോടൊപ്പം മറ്റ് 1-2 ചോദ്യങ്ങളൊക്കെ, അതിലൊരെണ്ണം കഴിഞ്ഞ ദിവസം നമ്മൾ പരിശോധിച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പം നമ്മൾ വീണ്ടും കാണുകയാണ്. അതാണ് നമ്മളിന്ന് കാണുന്ന വീഡിയോ അല്ലെങ്കിൽ പരിശോധിക്കാൻ പോകുന്ന വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചെയ്ത് വീഡിയോ തുടർന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുകൂടാതെ നമ്മളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരണം. ലൈക്കും ഷെയറും എല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതുപോലെ ഡൊണേഷൻസോ എന്ത് തന്നെയാണെങ്കിലും അതിനുള്ള ഓപ്ഷൻസ് ഡിസ്ക്രിപ്ഷനുള്ളത് നിങ്ങൾ കണ്ടെത്തുക. QR കോഡൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു വീഡിയോ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത്. ഇസ്ലാം മാത്രമാണോ ശരി, മതം വേണോ മനുഷ്യന് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അതൊരു തെറ്റിദ്ധരിപ്പിക്കലാണ്. മതം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരും, ഏത് മതം? അപ്പോൾ അത് ഉത്തരം ഖുർആൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇസ്ലാമാണ്. അവിടെ ഹിന്ദുമതം പറ്റില്ല, അവിടെ ക്രിസ്ത്യാനിറ്റി പറ്റില്ല, ജൂതന്മാർ പറ്റില്ല എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഉള്ള സാഹചര്യത്തിൽ അത് കൃത്യമായിട്ട് ചോദിക്കാതെ മതം വേണോ മനുഷ്യന് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെ വെച്ച് വരുമ്പോൾ മതം വേണമെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനും അത് ഇസ്ലാമാണ് എന്ന് പറയിപ്പിക്കാനും വേണ്ടി നടത്തുന്ന ഒരു കുൽസിത ശ്രമം, അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതും. അത് ആ ഒരു രീതിയിൽ സ്ഥാപിക്കാൻ വേണ്ടി മെനക്കെട്ട ഒരു സാധാരണ വിശ്വാസിയെ തിരുത്തിക്കൊണ്ട് ഇസ്ലാമിലെ യഥാർത്ഥ കാഴ്ചപ്പാടുകൾ പറഞ്ഞുകൊണ്ട് ആ വിശ്വാസി അല്ലാതെ അല്ലെങ്കിൽ അഴകുഴമ്പിന് വിശ്വാസിയായിട്ട് നടക്കുന്ന ആൾക്ക് മറുപടി കൊടുക്കുന്ന ആ മികച്ച ഉസ്താദിനെയാണ് നമുക്ക് അന്ന് MM അക്ബറിൽ കാണാൻ സാധിച്ചത്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. നമ്മളുടെ പണി അവിടെ കുറയുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇതിന് ശേഷം വീണ്ടും വേറൊരു ഉത്തരവുമായിട്ട് വരികയാണ്. ഇതുപോലെ ഈ ഒരു ചോദ്യം, ഇസ്ലാം മാത്രം വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ട്?
ഈ ചോദ്യം നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ കോയ കോളിങ്ങിലൊക്കെ ആളുകൾ വിളിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. എന്താ നിങ്ങൾ വേറെ മതത്തെ ഒന്നും വിമർശിക്കാത്തത്, ഇസ്ലാമിനെ മാത്രം എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്ന ചോദ്യം. നമ്മളതിന് ഉത്തരം പറഞ്ഞ് മടുത്തതാണ്. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് എന്നുള്ളത് ഇതിലും നമുക്ക് പറയാനുള്ളത് അതേ ഉത്തരം തന്നെയാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എം അക്ബറെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നത് എന്താണ്, ആ ഉത്തരം യഥാർത്ഥത്തിൽ പറയുന്നതിന് പകരം അവരുടെ കാഴ്ചപ്പാടിലുള്ള ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിനെ വിശ്വാസികളെ പറ്റിക്കുന്നൊരു പരിപാടി, ഇതാണ് അവിടെ നടക്കുന്നത്. അത് നമുക്ക് കേൾക്കാം. അതിനു മുന്നേ മറ്റൊരു ചോദ്യം കൂടി ഇവിടെ കണ്ടു. അത് സ്ത്രീ ചേലാകർമ്മവും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചിട്ടാണ്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഈ ചേലാകർമ്മം സംബന്ധിച്ചിട്ടുള്ള തുമ്പലസ് ഹുസൈനായിട്ട് നടക്കുന്ന എനിക്ക് വലിയൊരു കൃതജ്ഞത ഇവിടുത്തെ വിശ്വാസ സമൂഹത്തോടുണ്ട്. കാരണം ഇവർ വലിയ സംഭവമാണെന്ന് എഴുന്നള്ളിക്കുന്ന ആ കാലത്തോളം അതങ്ങനെയല്ല എന്നും ഇതൊരു പ്രശ്നമാണ് എന്നും പറയാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ അതിൽ എടുത്തു വെച്ചൊരു സാധനമായിരുന്നു സ്ത്രീ ചേലാകർമ്മം എന്ന് പറയുന്നൊരു വിഷയം. ഇസ്ലാമിക സമൂഹത്തിൽ മുസ്ലിങ്ങളുടെ വീടുകളിൽ ഒരിക്കൽ പോലും ചർച്ചയാക്കാത്ത ഒരു സംഗതി. അപ്പോൾ അത് ഇവിടെ നമ്മൾ ഉന്നയിച്ചു. പല കോയ കോളിങ്ങിലേക്ക് വിളിച്ച ആളുകൾ, എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം, അതുപോലെ വിശ്വാസികൾ പോലും നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് കേട്ടോ ഇതിനെക്കുറിച്ച് ഞങ്ങൾ അറിയണത് എന്ന് പറഞ്ഞിട്ടുള്ള കാഴ്ച നിങ്ങൾ കണ്ടു. അത് ഇന്നിപ്പോൾ തിരിച്ചു കൊത്താൻ തുടങ്ങിയിരിക്കുന്നു നമ്മളുടെ ഇതുപോലെയുള്ള കള്ള ബടുക്കൂസുകളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് നമ്മളുടെ ഈ എം അക്ബർ എന്ന ഈ കള്ള ബടുക്കൂസ് ചെയ്യാൻ പോണത്, ഇതാണ് നമ്മൾ പരിശോധിക്കാൻ പോണത്. അതായത് ഈ ചോദ്യം ഇന്നിവർ നേരിടേണ്ടി വരുന്നു. എന്ത് പറയും? ഇവിടെയും നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ കാണുന്നത്, നമ്മൾ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട എന്നൊരവസ്ഥ. അതായത് ഇതുവരേക്കും നമ്മൾ കാണിച്ചു കൊടുത്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്ലാമിലെ ചില കാര്യങ്ങൾ, ഇപ്പോൾ കിതാബിലെ ചില വിഷയങ്ങൾ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഒരെണ്ണം പറയുന്നു, ഇപ്പോൾ യാ യുഹന്നാസ് എന്ന് വിളിക്കുന്നു, ഉത്തമമായ മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു വാചകം പറഞ്ഞ് ഒരു വശത്ത് ഇങ്ങനെ വെളുപ്പിച്ചിങ്ങനെ ഉന്തി തള്ളി പോകുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ വന്നിട്ട് പറയുന്നത് അങ്ങനെ മാത്രമല്ല യാ യുഹൽ കാഫിറൂൻ വേറെയുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയരുത്. എന്നോടിപ്പോൾ ചായ കൊണ്ടുവരാൻ ആരാ പറഞ്ഞ കുഞ്ഞിരാമ എന്ന് ചോദിക്കുന്ന മാതിരി ഉള്ളൊരു ചോദ്യമായിട്ട് അവിടെ വരികയാണ്. എന്നോടിപ്പോൾ ആരാ അത് പറയാൻ പറഞ്ഞത്, ഞങ്ങളിതിവിടെ പറഞ്ഞോളും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ ഇസ്ലാമിൽ ഭയങ്കരമായ മൊറാലിറ്റിയാണ്, ഞങ്ങൾ അമ്മ പെങ്ങന്മാരെയൊന്നും ബോധിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ വന്നിട്ട് പറഞ്ഞു അവിഹിത ബന്ധത്തിൽ പിറന്ന സ്വന്തം മകളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം, അതിന് ഹുറുമത്തില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പൂശാം എന്ന് ഇസ്ലാമിലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്നോട് ആരാ ഇപ്പോൾ പറഞ്ഞത് കുഞ്ഞരാമ ചായ കൊണ്ടുവരാൻ എന്ന് ചോദിച്ച ചോദ്യമായിട്ട് അവർ വീണ്ടും വന്നു. അതേപോലെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഉത്തമമായ ലൈംഗിക ആചാരങ്ങളും സദാചാരവുമാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടെ ചില ഹദീസുകളൊക്കെ എടുത്തിട്ടു. ഈ അടിമകളെ ആക്കി പിടിച്ചിട്ട് അവരെ പൂശാൻ നേരത്ത് ശുക്ലം എവിടെ കളയണമെന്ന ചോദ്യം മുഹമ്മദ് നബിയോട് ചോദിക്കുന്നത്, അത് എവിടെ വേണമെങ്കിലും കളഞ്ഞാൽ നിങ്ങൾ എന്തുട്ടന്നെ ഇതൊക്കെ ആലോചിച്ച് വെറുതെ സമയം നിങ്ങൾ പോയി പൂശനടാ എന്ന് പറയുന്ന മുഹമ്മദിനെ കുറിച്ച് നമ്മൾ കാണിച്ചു കൊടുത്തപ്പോൾ നിങ്ങളോട് ആരാ പറഞ്ഞത് കുഞ്ഞരാമ ഇപ്പോൾ ചായ കൊണ്ടുവരാൻ എന്ന ചോദ്യം, ഇതാണ് വീണ്ടും നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ കിതാബിനകത്തുള്ള വൈരുദ്ധ്യങ്ങൾ ഇതാണ് നമ്മൾ ഇത്ര നാളും കൊണ്ട് കാണിക്കാൻ വിശ്വാസികളുടെ മുന്നിൽ അനാവരണം ചെയ്യാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ കാര്യം ഒരു പടി കൂടി കടന്ന് ഗിയർ മാറ്റി അങ്ങോട്ട് കയറിയിരിക്കുകയാണ് നമ്മളുടെ കുന്നിൻ ചെരുവിലേക്ക്. എന്താണ് ആ ഗിയർ? ആ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വാസികളുടെ ഇടയിലുള്ള അതല്ലെങ്കിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതുകൂടി ഇവിടെ ഇന്ന് പുറത്തേക്ക് വരികയാണ്. അത് നമുക്കൊന്നും ചെയ്യേണ്ടതില്ല, അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരവസ്ഥ. അതായത് സുന്നിയിലെ ആൾ പറയുന്നതൊന്ന്, മുജാഹിദിൻ്റെ ഒരാൾ പറയുന്നതെന്ന്. പക്ഷേ യുക്തിവാദിയുടെ മുന്നിൽ സുന്നി മുജാഹിദ് എന്ന് പറയുന്നിട്ട് ഒരു വ്യത്യാസവുമില്ല, രണ്ടും ഇസ്ലാമാണ് എന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആകെ കുഴങ്ങി. അതിലേറ്റവും മികച്ച ഉദാഹരണമായിരുന്നു നമ്മളുടെ ജബ്ബാർ മാഷുമായിട്ട് നടന്ന ആ സംവാദം. ആ സംവാദത്തിൽ ആഴക്കടലിൽ ഇരുട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എം അക്ബർ കാണിച്ച ആ തരികട അത് കയ്യോടെ പിടികൂടിയത് ഇവിടുത്തെ സുന്നി പണ്ഡിതരാണ്. ലമീർ മടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയം, അത് ആഴക്കടലിനെ പൊതിഞ്ഞു എന്നാണോ അതോ ഇരുട്ടിനെ പൊതിഞ്ഞു എന്നാണോ എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടുവരുന്നു. കയ്യിൽ നിന്ന് പോയി, അത് നമ്മളന്ന് കണ്ടതാണ്. അപ്പോൾ അതുപോലെ ഓരോരോ വിഷയങ്ങളായിട്ട് പുറത്തേക്ക് ചാടുന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ഈ വിഷയം സ്ത്രീ ചേലാകർമ്മം ഇത് സംബന്ധിച്ചും അത്തരത്തിലുള്ളൊരു സംഗതി വന്നിരിക്കുന്നു. നമുക്കതൊന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് എത്ര മിനിറ്റ് നീണ്ടു നിൽക്കുന്നുണ്ട് എന്നും കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. എം അക്ബറിൻ്റെ മറുപടി. അപ്പോൾ അത് നമുക്കൊന്ന് കേട്ട് കളയാം. നേരത്തെ മുസ്ലിം മതം നേരത്തെ സ്ത്രീകളെ ഒരു എന്താ പറയുക പുരുഷനെ പോലെ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ആ കാലഘട്ടത്തിലാണോ സ്ത്രീകൾക്ക് ചേലാകർമ്മം നടപ്പിലാക്കിയിട്ടുണ്ടോ മുസ്ലിം മതം? അതിനും കൂടി ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ്
മറുപടി പറയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമതായി ചേലാകർമ്മം, സ്ത്രീകളുടെ ചേലാകർമ്മമാണ്. ഇസ്ലാമിൽ സ്ത്രീകളുടെ ചേലാകർമ്മം എന്നൊരു ഏർപ്പാടില്ല. കേരളത്തിലൊന്നും ഉണ്ടായിട്ട് തന്നെയല്ല. സത്യത്തിൽ ആഫ്രിക്കൻ നാടുകളിൽ ഉള്ള ഒരു സമ്പ്രദായം, അറബികൾക്കിടയിലും ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം, സ്ത്രീകളുടെ ഭഗശിഷ്ണിക എന്ന് പറയുന്ന ഭാഗം, യോനിയുടെ ഭാഗം മുറിച്ചു കളയുക എന്നുള്ള ഒരു സമ്പ്രദായം, പുരുഷന്റെ ചേലാകർമ്മത്തെ പോലുള്ള സമ്പ്രദായം ഇന്നും ആഫ്രിക്കയിലെ വ്യത്യസ്തങ്ങളായ ഗോത്രവർഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ ഇസ്ലാം പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ആ കർമ്മം അവർ തുടർന്നു. അത് തുടർന്നപ്പോൾ അത് പരമ്പരാഗത കർമ്മം എന്നുള്ള നിലക്ക് അത് ഇസ്ലാമിക കർമ്മമാണ് എന്ന രൂപത്തിൽ തെറ്റിദ്ധരിക്കുകയുണ്ടായി. ഇതേപോലെ അറബ് നാടുകളിലെയും ചില ഗോത്രങ്ങളിൽ ഈ പരിപാടി ഉണ്ടായിരുന്നു. അത് നന്മയാണെന്നോ തിന്മയാണെന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് പഠിപ്പിച്ചിട്ടില്ല. അത് ഒരുപാട് നന്മകളുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്, അതിൽ തിന്മകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഏതായിരുന്നാലും അത് ഇസ്ലാമികമായി പുരുഷന്റെ ചേലാകർമ്മത്തെ പോലെ ഒരു നിർദ്ദേശിക്കപ്പെട്ട ഒരു കർമ്മമേയല്ല. കേരളത്തിലൊന്നും മുമ്പേ അതില്ല. ഇവിടെയൊന്നും മുസ്ലിങ്ങൾക്കിടയിൽ ഒരിക്കലും ഈ സ്ത്രീകളുടെ ചേലാകർമ്മം എന്നുള്ളൊരു ഏർപ്പാട് വ്യാപകമായി ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും വൈയക്തികമായി ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, വ്യാപകമായി നിലനിന്നിട്ടില്ല എന്നാണ് സഹോദരൻ മനസ്സിലാക്കുന്നത്. വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നിങ്ങളിവിടെ കണ്ടു, ആ കൂടെ ഒരു സമാധാനം MM അക്ബറിന് അറബി അറിയാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ MM അക്ബർ ഇച്ചിരി അറബി കുറച്ചാണ് അറിയുന്നത് എന്നുണ്ടെങ്കിലും അത് കുഴപ്പമില്ല എന്ന് നമ്മളുടെ വിശ്വാസികൾ സമ്മതിച്ച സ്ഥിതിക്ക് നമുക്ക് മൂപ്പര് പറയണത് എടുക്കണം. അപ്പം ഇനി MM അക്ബർ പറഞ്ഞ സംഗതിയുടെ മുസ്ലിം മതം നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മൾ പരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അത് നമ്മളുടെ മറ്റൊരു അറബി അറിയുന്ന ഒരു ഉസ്താദിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും അറബി അറിയാം കേട്ടോ, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അറബി അറിയുന്ന ഉസ്താദ് MM അക്ബർക്കുള്ള മറുപടി കൊടുക്കും. നമുക്ക് പണി എളുപ്പ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രമാദമായ വിഷയത്തിന്റെ നിങ്ങളോട് അതിന്റെ അതിന്റെ ചുരുളഴിച്ചു തരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അൽ ഖിത്താനു ചേലാകർമ്മം ചെയ്യുക, ചേലാകർമ്മം ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ചേലാകർമ്മം ചെയ്യുക എന്ന് എനിക്ക് തോന്നുന്നത് ഈ ഡയലോഗ് ഇന്നിപ്പോൾ നാട്ടുകാർക്ക് മുഴുവൻ കാണാപ്പാടാണ്. എൻ്റെ ചാനലിൽ ഒരു 50 തവണയെങ്കിലും ഞാനിത് പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് 53ാമത്തെ തവണയാണ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നത്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് പിന്നെ 72 ആകും. അത് പിന്നെ അങ്ങനെ പോവും. അപ്പോൾ എന്തായാലും നമ്മളിത് പ്ലേ ചെയ്യും. അപ്പോൾ ഇത് 53ാമത്തെ തവണ നമ്മൾ പ്ലേ ചെയ്യുകയാണ്. ചേലാകർമ്മം. ചില ആളുകൾ ആ ഡയലോഗ് നിങ്ങൾ മറക്കരുത്. അത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പറഞ്ഞ് കാണാപ്പാടം പഠിച്ചാലും കുഴപ്പമില്ല. ഓക്കെ. പറഞ്ഞ സ്ഥാനത്ത് അൽ ഖിത്താനു ലിരിജാലി, പുരുഷന്മാര് ചേലാകർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത്. നിങ്ങളെ പാടായി. പുരുഷന്മാരോട് ചേലാകർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത്. മറിച്ച് അൽ ഖിത്താനു ഈ പറഞ്ഞത് മുഴുവനും ആണിനും പെണ്ണിനും ബാധ്യത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖിത്താൻ എന്ന് പറയുന്നത്, ചേലാകർമ്മം ചെയ്യുക എന്ന് പറയുന്നത്, അത് ആണിനും പെണ്ണിനും അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ പൊതുവെ MM അക്ബർ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉസ്താദ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഇത് ആണിനും പെണ്ണിനും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. MM അക്ബർ എന്താണിത്? ഇതൊക്കെ അറിയണ്ടേ? ഇതൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ ഇതൊക്കെ കടന്ന് തള്ളിമറിക്കാൻ വേണ്ടി വരേണ്ടത്? അത് മനസ്സിലാക്കാതെ ഇത് എന്ത് മോശമാണ്. അറബി അറിയില്ല, കിതാബെങ്കിലും പഠിക്കണ്ടേ? ചച്ച പറഞ്ഞൊരു ബാക്കി. നമ്മളൊക്കെ അംഗീകരിക്കുന്നത് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫതുഹുൽ ഖൈൻ എന്ന ഗ്രന്ഥമാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, ആണിനും പെണ്ണിനും ചേലാകർമ്മം നിർബന്ധമാണ്. ദീനിന്റെ ഏതെങ്കിലും രീതിയിലുള്ള കൽപ്പനകൾക്ക് വിധേയമായതല്ല, അത് ദീനി വിരുദ്ധമാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് ആളുകൾ സംസാരിച്ചു. എനിക്ക് ഈ വിനയത്തോടു കൂടിയിട്ട് എന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരോട് ഒരു കാര്യം പറയാനുള്ളത്, സാംസ്കാരിക നേതാക്കന്മാരുടെ ഒരു കാര്യം പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദീനീ വിഷയങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ദീൻ പഠിക്കാതെയാണ് പറയുന്നത്. നിങ്ങൾ ദീൻ പഠിക്കാതെയാണ് പറയുന്നത്. MM അക്ബറിനോടാ പറഞ്ഞത്. MM അക്ബർ ദീൻ പഠിക്കാതെയാണ് ഈ പറഞ്ഞത്. മൂപ്പർക്ക് അറബി അറിയാട്ടോ, ഞാനല്ല പറയുന്നത്. അറബി അറിയുന്ന ആളാണ് മൂപ്പർ. വലിയ മുതലാളിയാണ്. കണ്ടില്ലേ, തലയിൽ വെള്ള കെട്ടൊക്കെ ഉണ്ട്. ജിന്നാണോന്നൊരു സംശയമൊക്കെ ഉണ്ട്. പോട്ടെ, എന്നാലും മണ്ടത്തരം പറയുന്നതുകൊണ്ട് ക്ഷമിച്ചു. അപ്പോൾ എന്തായാലും പുള്ളി പറഞ്ഞു തരാണ്, ദീൻ പഠിക്കാതെയാണ് നിങ്ങൾ പറയുന്നത്. MM അക്ബർ ദീൻ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് വേറൊരു ഉസ്താദാണ് കേട്ടോ. നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ ചേലാകർമ്മം സ്ത്രീകൾ ചെയ്യുന്നത് അത് ദീനി വിരുദ്ധമാണെന്ന്? ആരാ നിങ്ങളോട് പറഞ്ഞത്? പറയൂ, MM അക്ബർ പറയൂ. ആരാ MM അക്ബറിനോട് പറഞ്ഞത് ഇത് ദീനി വിരുദ്ധമാണ് എന്ന്? പഠിച്ചിട്ട് വേണ്ടേ നിലവിളി, സോറി, ഇതുപോലെ തള്ളാൻ? ഓക്കെ,
ആരാ നിങ്ങളോട് പറഞ്ഞത്? ഗൗരവത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ആണിനും പെണ്ണിനും നിർബന്ധമായ, എന്നാൽ മിക്ക ഇമാമിയങ്ങളുടെ അടുക്കലും പെണ്ണുങ്ങൾക്ക് സുന്നത്താണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചേലാകർമ്മം എന്ന് പറയുന്നത്. അത് ഏതു ഭാഗമാണ് അത് പിന്നെ അതിന്റെ കർമ്മം നടത്തേണ്ടതെന്നും അത് എങ്ങനെയാണ് അതിന്റെ ഭാഗങ്ങൾ അത് എങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഗ്രന്ഥങ്ങളിൽ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ചേലാകർമ്മം. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല, അത് വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ദീനി വിരുദ്ധമാണത്. ഓക്കെ എന്ന് പറയുന്നത് അത് പരസ്യമാക്കി ചെയ്യൽ സുന്നത്തും, സ്ത്രീകളുടെ ചേലാകർമ്മം അത് രഹസ്യമായി ചെയ്യൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായി വ്യക്തമായി കൊടുത്തിട്ടുള്ള സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയുക, ചേലാകർമ്മം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും നിർബന്ധമായ കാര്യമാണ്. അത് സ്ത്രീകളുടെ വിഷയത്തിൽ സുന്നത്താണ് എന്ന അഭിപ്രായം മിക്ക ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ, ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയ സ്ത്രീകൾ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പല നാടുകളിലും അത് ചെയ്തു വരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അത് ദീനി വിരുദ്ധമാണെന്ന് എഴുത്തള്ളാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ ദീനോടുള്ള വെല്ലുവിളിയാണ്. അതാണ്. അപ്പോൾ MM അക്ബർ ഇവിടെ നടത്തിയത് എന്താണ്? അള്ളാഹുവിനോടുള്ള വെല്ലുവിളി, മഹത്തായ വെല്ലുവിളി. ആളുകൾ എങ്ങനെ തുടങ്ങിയാൽ അത് വലിയ പ്രശ്നമായി മാറും എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. MM അക്ബർ. ഓക്കെ, അപ്പോൾ MM അക്ബർ നടത്തിയ ദീനിനോടുള്ള വെല്ലുവിളി, അതാണ് ഇപ്പോൾ നിങ്ങളിവിടെ കേട്ടത്. പക്ഷേ നമുക്ക് ഇതിവിടെ വിടാൻ പറ്റില്ല. കാരണം പുള്ളി രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞത്. ഒന്ന്, ഇസ്ലാമിൽ ഇങ്ങനെയില്ല. രണ്ട്, ഇത് ഏതോ ആഫ്രിക്കൻ ഗോത്രങ്ങളിൽ അവിടെ എവിടെയൊക്കെയോ ചെയ്യുന്ന കുറച്ച് സാധനം കേരളത്തിൽ ആരും ഇവിടെ ഒന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എന്താണ്, വൈയക്തികമായിട്ട് ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. അതാണോ? കേരളത്തിലിത് ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയിലിതുണ്ടോ? നമ്മൾ ചോദിക്കണം. നമ്മൾ ആഫ്രിക്കയിലേക്ക് ഇപ്പോൾ പോകണ്ട, നമുക്ക് ഇന്ത്യയും കേരളവും എടുക്കാം. ഇന്ത്യയിൽ ഇത് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ബൊഹ്റ കമ്മ്യൂണിറ്റി, അവർ ഇതിൻ്റെ ആളുകളാണ്. കേരളത്തിലും ഇത് ചെയ്യുന്നു. അതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ധാരാളം ഫുഖഹാക്കൾ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിയും പ്രായപൂർത്തിയുമായാലാണ് ഇത് നിർബന്ധമാകുന്നത്. അതിനു മുമ്പ് ശർഅ് കൊണ്ട് കൽപ്പന ഇല്ലല്ലോ. ബുദ്ധിയും പ്രായപൂർത്തിയുമായി ഉടനെ അത് ചെയ്യണം. വകതിരിവായ കുട്ടിയുടെ രക്ഷിതാവിനാണ് അതിൻ്റെ ചുമതല എന്ന ഇമാം സർക്കശി അഭിപ്രായം ചിന്തിക്കേണ്ടതാണെന്ന് ഫുഖഹാൾ പറഞ്ഞിരിക്കുന്നു. ഹഷ്ഫ മുഴുവൻ വെളിവാകുന്നത് വരെ അതിനെ മൂടിക്കിടക്കുന്ന ലിംഗാഗ്ര ചർമ്മം മുഴുവൻ മുറിച്ചു നീക്കലാണ് പുരുഷൻ്റെ ചേലാകർമ്മം. സ്ത്രീക്ക് യോനിയുടെ ഉപരിതലത്തിൽ മൂത്രദ്വാരത്തിന് മുകളിലായുള്ള കോഴിപ്പൂവിന് സാദൃശ്യമായ മാംസത്തിൽ ചേലാകർമ്മം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗം മുറിച്ചു നീക്കലാണ് നിർബന്ധം. നിങ്ങളായി നിങ്ങളെ പാടെ. ഇനി അറബി വേണമെങ്കിൽ എൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ വായിക്കോ വായിക്കാതിരിക്കോ എന്ത് വേണേലും ചെയ്യും. നിങ്ങളായി. ഓക്കെ, ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ മുക്കാൽ ഇവിടെ വന്നിട്ടുണ്ട്. മൂപ്പരെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം. ഓക്കെ, പറയടാ. Fatoumata sends us a question and she says, is female circumcision permissible and whether it was done during the time of the Prophet alayhi salatu wasalam. പഴയ വീഡിയോ. The most authentic opinion of scholars is that circumcision is part of human nature. And it Point is number one. something that is natural and part of nature, as in the hadith of the Prophet ﷺ, meaning that this is the original way that Allah has created people to have, and that is to clip their nails, to shave or trim their mustaches, to remove the pubic hair, to pluck the armpit hair, and to have circumcision. However, the scholars agree that male circumcision is mandatory. And hundreds of medical reports support this. This does not concern us as Muslims, whether medical reports support or disagree. Because we as Muslims submit our will to Allah Azza wa Jal, and whatever the Prophet tells us, as some we follow. Whether the medical reports support or disagrees and rejects. So male circumcision is mandatory. As for female circumcision, scholars differed, and the most authentic opinion is that it is recommended and it's a sunnah. If you do it, Allah will reward you. If you don't, Allah will not punish you. And it depends on the country and the location. And it's also
depends on the surgeon operating this. If he's not knowledgeable, if he does not have the experience, it's forbidden for you to do this. And it differs, as I said, from cold countries to warm countries on the need of doing this. Some do not need it, some may require it. But at the end of the day, it would not be fair to say that it's not part of the Sunnah, or to claim that it is forbidden to do it, because the authentic hadith or a number of hadiths prove that this was practiced at the time of the Prophet ﷺ, and the Prophet ﷺ gave guidelines to those who are operating by not exceeding the limit and overdoing it, and also by not leaving it as it is, as this would not be suitable. And is it advisable to do or not? It's recommended. Depending that you trust the one who's doing it. ഒക്കെ പിന്നത്തെ കാര്യം. റെക്കമെൻഡഡ്, സുന്ന എന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. മുഹമ്മദ് നബി എങ്ങനെ ചെയ്യേണ്ടതെന്ന് വരെ ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട് എന്ന് വരെ നമുക്ക് പറഞ്ഞു തന്നു. ഏതായാലും ചെയ്യാതിരിക്കണം എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ അധികരിക്കരുത് എന്ന് വെച്ചാൽ നിങ്ങൾ തുമ്പ് വെട്ടുമ്പോൾ മയത്തിലൊക്കെ വെട്ടണം എന്ന് പറഞ്ഞു. ഇതാണ് അവിടെ പറഞ്ഞത്. വെട്ടരുത് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇനി ഈ വിഷയം നമ്മുടെ നാട്ടിൽ ചർച്ചയായത് എന്തെന്നുള്ളത് ഞാൻ പറയാം. ആ സമയത്ത് ഒരു വിഷയത്തെ അനുകൂലിച്ചുകൊണ്ട്, ഈ സ്ത്രീ ചാലാക്രമത്തെ അനുകൂലിച്ചുകൊണ്ട് ചില ഇസ്ലാമിക പണ്ഡിതർ നമ്മുടെ കേരളത്തിലുള്ള, ഇപ്പോഴും ഫേസ്ബുക്കിലും അതുപോലെ ജബാർ മാഷയൊക്കെ പഞ്ഞിക്കിടാനും എന്നെയും അല്ലെങ്കിൽ നമ്മുടെ പോലുള്ള ആളുകളെയൊക്കെ പഞ്ഞിക്കിടാനും ഒക്കെ കറങ്ങി നടക്കുന്ന ചില ആളുകളുണ്ട്. അതിൽപ്പെട്ട പ്രമുഖനായൊരു വ്യക്തി, ഒരു ചങ്ങാതി, ആരാന്ന് ഇപ്പോൾ കാണിച്ചു തരും. അപ്പോൾ പുള്ളിയുടെ ഒരു ആർട്ടിക്കിൾ അതിനകത്തു നിന്ന് എടുത്തതാണ്. സ്ത്രീകളുടെ ചേലാക്രമം, ഇസ്ലാമിക വിധി. ഓക്കെ, ഈ പറഞ്ഞു തന്നെയാണ്, എന്നാലും വിവിധ ആളുകൾ പറയണമല്ലോ. ഏതാ കിതാബ് എന്നുള്ളത് ആദ്യത്തെ ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നു. അത് ഉംതയുണ്ട്, അതുപോലെ ഫത്തുൽ മൊയ്ൻ ഉണ്ട്, അങ്ങനെ പലതും വേറെയും കുറച്ചുണ്ട്. ഇതിവിടെ പറഞ്ഞുതരും. ഇസ്ലാമിക ശരീഅത്തിൽ സ്ത്രീകൾക്ക് ചേലാക്രമം ചെയ്യൽ നിർബന്ധമാണെന്നും സുന്നത്താണെന്നുമുള്ള രണ്ട് അഭിപ്രായങ്ങളാണ് പണ്ഡിത ലോകത്തുള്ളത്. നോട്ട് ദ പോയിന്റ്, രണ്ട് അഭിപ്രായങ്ങളാണ് ഉള്ളത്. എന്തായാലും ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്ന മൂന്നാമതൊരു അഭിപ്രായം ഇസ്ലാമിക ലോകത്തില്ല. എം എം അക്ബർ എന്താ പറഞ്ഞത്? ഇങ്ങനൊരു സാധനമേ ഇല്ല എന്ന്. എന്നാൽ ഈ ഉസ്താദ് എന്താ പറയുന്നത്? ഇത് സുന്നത്താണോ അതല്ല നിർബന്ധമാണോ എന്നുള്ളത് സംബന്ധിച്ചാണ് അടി. എന്ന് വെച്ചാൽ ഇപ്പോൾ നിസ്കാരത്തിൽ കൈ കെട്ടണം, അത് നെഞ്ചത്താണോ പള്ളയിലാണോ എന്നത് സംബന്ധിച്ചാണല്ലോ അടി. തറാവീഹ് നിസ്കരിക്കണം, അത് 12 വേണോ 23 വേണോ എന്നതാണല്ലോ നിങ്ങളുടെ അടി. കുനൂത്ത് ചെല്ലണം, അത് എല്ലാ ദിവസവും ചെല്ലണോ അതോ ഫലസ്തീനിൽ ബോംബ് വീഴുമ്പോൾ മാത്രം മതിയോ? ഇതാണല്ലോ നമ്മുടെ അടി. ഇതുപോലെയാണ് ഈ സാധനം. അതായത് ചേലാക്രമം ചെയ്യണം, അത് സുന്നത്താണോ നിർബന്ധമാണോ എന്നത് മാത്രമാണ് സ്ത്രീകളുടേത് സംബന്ധിച്ചുള്ള അടി. അത് നിരുത്സാഹപ്പെടുത്തണം എന്നുള്ള ഒരു തെളിവില്ല. മൂന്നാമതൊരു അഭിപ്രായം അങ്ങനെ ഒന്നില്ല. ഫത്തുൽ മൊയ്ൻ, തുഹ്ഫ തുടങ്ങിയ എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും വ്യക്തമായി വ്യക്തവുമായി അതിൻ്റെ രീതികളും മാർഗങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ്? ശക്തവും വ്യക്തവുമായി അതിൻ്റെ മാർഗവും രീതിയുമെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. എം എം അക്ബർ പോയി പഠിക്കണം. നിങ്ങൾ വെറുതെ ഇവിടുത്തെ നമ്മളെ കോയ കോളിങ്ങിലൊക്കെ വിളിക്കുന്ന ഈ എന്താണ് 4-കിട കോയമാരുടെ ആ ഒരു ലെവലിൽ, ആ നിലവാരത്തിലേക്കൊന്ന് എം എം അക്ബർ താഴരുത്. ഒന്നുമില്ലെങ്കിൽ അറബി അറിയുന്ന ഒരാളല്ലേ, അതെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ. ഓക്കെ, ഇനി തിരുവചനങ്ങളുടെയും ഖുർആൻ ആയത്തുകളുടെയും വെളിച്ചത്തിൽ അതിൻ്റെ ആവശ്യകതയും അതുകൊണ്ട് ലൈംഗിക ജീവിതത്തിൽ അടക്കമുണ്ടാകുന്ന നേട്ടങ്ങളും കർമ്മശാസ്ത്ര വിശാരദന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത് പോയി എം എം അക്ബർ പഠിക്കണം. അതാണ് എനിക്കും പറയാനുള്ളത്, മൂപ്പർക്കും പറയാനുള്ളത്. അത് മൂപ്പര് ലാസ്റ്റ് പറയുന്നുണ്ട്. ഇനി എങ്ങനെ എപ്പോൾ ചെയ്യണം? നമ്മൾ ഉസ്താദ് പറഞ്ഞു. എന്നാലൊന്നുകൂടി, പ്രായപൂർത്തിയും വിവേകവുമായ ശേഷമാണ് ഇത് നിർബന്ധമാവുന്നതെങ്കിലും പ്രസവിച്ചതിൻ്റെ 7-ാം നാൾ തന്നെ ചേലാകർമ്മം നിർവഹിക്കൽ സുന്നത്താണ്. ഏത്? ഭഗശ്നിക, അത്. ഓക്കെ, 7 ദിവസമാകുന്നതിന് മുമ്പ് ചെയ്യൽ കറാഹത്തുമാണ്. ഇനി വിമർശകർ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെയുള്ള ഒരു ക്രൂരകൃത്യമൊന്നുമല്ല ഇസ്ലാം നിഷ്കർഷിക്കുന്ന ചേലാകർമ്മം. സ്ത്രീകളുടെ ഭഗശ്നികയുടെ വളരെ ചെറിയൊരു ഭാഗം നീക്കം ചെയ്യലാണ് ഇസ്ലാമിലെ സ്ത്രീകളുടെ ചേലാകർമ്മം. ആ സാധനം, ആ ക്ലിറ്ററിസിൻ്റെ ഒരു ലേശം മുറിച്ച് കളയുക, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അതും പ്രയാസമാകുന്ന ആരോഗ്യ സാഹചര്യമുള്ളവർ പ്രസ്തുത അവസ്ഥയിൽ ചേലാകർമ്മം ചെയ്യേണ്ടതുമില്ല. ഏത്? 7 വയസ്സുള്ള കുട്ടിക്ക്. പിന്നീട് ആരോഗ്യാവസ്ഥയിൽ ചെയ്താൽ മതിയാവും, എന്നാലും പിന്നെ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് കൂടെ തുള്ളുന്നവരോട്, എം എം അക്ബറോട് കൂടിയാണ് കേട്ടോ ഇത്. കുറേ വലിയൊരു ആർട്ടിക്കിളാണ്, തെളിവും സാധനങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്.
ഇസ്ലാമിക നിയമങ്ങളെ അപരിഷ്കൃതവും ക്രൂരവുമാക്കി വക്രീകരിക്കുന്ന തൽപര കക്ഷികളുടെ കൂടെ നിന്ന് മതനിയമങ്ങളെ പരിഹസിക്കാനും ചോദ്യം ചെയ്യാനും ഇറങ്ങുന്ന നപുംസകങ്ങൾ അക്ബറുമാർ ഇവിടെ ഉണ്ട്. അവരോട് പറയാനുള്ളത്, നപുംസകം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല, ഏതായാലും ഇവർക്കതൊക്കെ പറ്റുമല്ലോ, കാട്ടറബികളല്ലേ, അവരോട് പറയാനുള്ളത് ഇത്ര മാത്രം: നിങ്ങളുടെ മാർക്കം കഴിച്ചത് അന്ന് നേരാവണ്ണമായിട്ടില്ല. ഏത് നമ്മളെ അക്ബർ ഖാൻ്റെ സുന്നത്ത് മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. മൂപ്പർ ഇപ്പോഴും അവിടെ ഇച്ചിരി ബാക്കി വെച്ചിട്ടുണ്ട് തൊലി. ഒരിക്കൽ കൂടി പൊന്നാനിയിൽ വന്ന് ആ കൃത്യം നിർവഹിക്കുക എന്ന് പറയുന്നത് ആരാണ്? സ്വാലിഹ് നിസാമി പുതു പൊന്നാനി, വലിയ പണ്ഡിതനാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയുക അറബി അറിയാമെന്നൊക്കെയാണ് കേട്ടോ മൂപ്പർ പറയുന്നത്. അത് നിങ്ങളായി നിങ്ങളെ പാടായി, അതാണ് എനിക്ക് പറയുന്നത്. ഇത് 2017 എഴുതിയതാണ്. എന്താണ് ആ സംഭവം? ആ സംഭവം ഇതാണ്. സഹിയോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, അവർ ഈ ഫീമെയിൽ ജെൻറ്റൽ കട്ടിങ് അതിനെതിരെ വലിയൊരു നീക്കം നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അവർ ഒരു സ്റ്റിങ് ഓപ്പറേഷൻ നടത്തിയിട്ട് ഇതിൻ്റെ ചില സെൻറ്റേഴ്സ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കണ്ടെത്തുന്നത് പോലെ ഈ കേരളത്തിലും ഒരെണ്ണം കണ്ടെത്തി. അത് കോഴിക്കോട്, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടത്തുന്ന 2 സെൻറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ വിഷയങ്ങൾ അവർ വെച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് കൊടുക്കുന്നു, അത് വാർത്തയാക്കുന്നു. അത് മാതൃഭൂമിയിൽ വന്നു. ക്രൂരം, പ്രാകൃതം, കേരളത്തിൽ പെൺകുഞ്ഞുങ്ങൾക്കും ചേലാക്രമം എന്നൊക്കെ പറഞ്ഞിട്ട് 2017 വാർത്ത. ഈ ക്ലിനിക്ക്, ഞാൻ അന്ന് ഹോമിയോ ക്ലിനിക്ക് റൺ ചെയ്തിരുന്ന ക്ലിനിക്കിൻ്റെ ഒരു 3-4 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സാധനമാണ്. 2017 എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് ഞാൻ ആ അങ്ങാടിയിലുണ്ട്. ഇതും കൂടി ഒന്ന് പറയണമല്ലോ. അന്ന് അത് അവിടെ വലിയൊരു വിഷയമായിരുന്നു. അവിടെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ആളുകളൊക്കെ വരുന്നു. അപ്പം നമ്മുടെ ക്ലിനിക്ക് റൺ ചെയ്യുന്നത് തന്നെ കിണാശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അവിടെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ട, ഒരു മിനി പാകിസ്ഥാൻ എന്നൊക്കെയാണ് അവർ തന്നെ വിളിക്കാറ്. ഇപ്പം അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നൊക്കെയാണ് കേട്ടോ പുതിയ നിയമം. എന്തായാലും അവർ വിളിച്ചിരുന്നത് അങ്ങനെയാണ്. അങ്ങനെ ആ ഒരു സ്ഥലത്ത് വളരെയധികം മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം, മുസ്ലിം ലീഗിന് വലിയ വേറോട്ടുള്ളൊരു സ്ഥലം, നമ്മളുടെ മുനീർ ഒക്കെ നിന്ന് ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഭാഗം അതിനടുത്ത് ഉള്ള ഒരു സ്ഥലം തന്നെയാണിത്. അവിടെ വന്നിട്ടാണ് ഈ സംഗതി പിടികൂടുന്നത്. ആ ക്ലിനിക്ക് അടച്ചുപൂട്ടി കഴിഞ്ഞപ്പോൾ അത് വലിയ വാർത്തയാകുന്നു. മാതൃഭൂമിയിലാണ് പ്രധാനമായിട്ട് വന്നത്. മാതൃഭൂമി അത് വല്ലാതെ അങ്ങ് ഏറ്റെടുത്തു. ഇച്ചിരി ഏറ്റെടുക്കൽ കൂടിയോ എന്നൊരു സംശയം. എന്തായാലും നമ്മളെ മുസ്ലിം ലീഗുകാരായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. സംഘീയങ്ങാനുമായിരുന്നു ഈ പണിവാളേന്. അങ്ങനെ അവർ വന്നിട്ട് സ്ത്രീകളുടെ ചേലാകർമ്മം, വിവാദ ക്ലിനിക്ക്, യൂത്ത് ലീഗ് പ്രവർത്തകർ അടച്ചുപൂട്ടി എന്ന് പറഞ്ഞിട്ട് അന്ന് വാർത്ത. അപ്പോൾ യൂത്ത് ലീഗ് എന്താ ചിന്തിച്ചത്? അനിസ്ലാമികമായ സാധനം, നമ്മളെ അക്ബറിൻ്റെ ലൈനിൽ അവരൊന്ന് ആഞ്ഞു പിടിച്ചു. ഇത് ഇവിടെ അനുവദിക്കാൻ പാടില്ല, ഇത് പ്രാകൃതമാണ്, ഇത് ക്രൂരമാണ്, ഇത് അങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയാണ്, വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇതിനങ്ങ് ഏറ്റെടുത്ത് അവർ ക്ലിനിക്കൊക്കെ വന്ന് പൂട്ടുന്നൊരവസ്ഥ. IMA ഇതിലേക്ക് ഇറങ്ങുന്നു. സ്ത്രീകളിലെ ചേല ശസ്ത്രക്രിയ വൈദ്യനീതിക്ക് നിരക്കാത്തത് എന്ന് പറഞ്ഞിട്ട് IMAയുടെ ഒരു കുറിപ്പ് വരെ ഇറങ്ങുന്നു. അത് വെച്ചുകൊണ്ട് ഗവൺമെൻറ് അതിനകത്ത് ഇടപെടുന്നു. കേരള ഗവൺമെൻറ് പ്രോമിസസ് ആക്ഷൻ അഗെയിൻസ്റ്റ് ക്ലിനിക്സ് പെർഫോമിംഗ് ഫീമെയിൽ ജെൻറ്റൽ കട്ടിങ് എന്ന് പറഞ്ഞിട്ട് അവർ മുന്നോട്ട് വരുന്നു. WHO, UN എല്ലാം ഇതിനെതിരെ എപ്പോഴും സ്റ്റാൻസ് എടുത്തിട്ടുള്ളതാണ്. ലോകത്ത് തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. 2030 കൂടിയിട്ട് ലോകത്ത് ഈ ഫീമെയിൽ ജെൻറ്റൽ മ്യൂട്ടിലേഷൻ അവസാനിപ്പിക്കും എന്ന ഒരു പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ട് നീങ്ങിക്കൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ ഇതുപോലെ ഒളിച്ചും പാത്തും ഇത് ഇന്ന് നടത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ രണ്ടാമത് പരിശോധിക്കാൻ പോകുന്നൊരു കാര്യം, എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു കാരണമാണ്. അതായത് ലോകം മുഴുവൻ ഒരു സംഗതിയെ പ്രശ്നമായിട്ട് കണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് അങ്ങനെയല്ല, ഇത് നമ്മൾ മതപരമായ ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒളിച്ചും പാത്തും ചെറിയ കുട്ടികളടക്കം ചെയ്യാൻ ഇവിടെ ആളുകൾ ഒരുമ്പെടുന്നു. അത് ചെയ്തു കൊടുക്കാൻ ഇവിടുത്തെ ഡോക്ടർമാർ അതിന് കൂട്ടുനിൽക്കുന്നു. ഇതൊരു ഡോക്ടറാണ് ഇത് ചെയ്തിരുന്നത്. ആ ക്ലിനിക്കിൽ ആണുങ്ങളുടെ ശസ്ത്രക്രിയ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അവർക്ക് അറിയുന്ന ഇൻ്റേണൽ സർക്കിളിലുള്ള ആളുകൾ അവർ ആളുകളിലേക്ക് അറിയിച്ച് വേണ്ടപ്പെട്ട ആളുകൾക്ക്, സ്ത്രീകൾക്ക് ഇത് ചെയ്തു കൊടുക്കുന്നു. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതാണ് സഹി അവിടെ അൺകവർ ചെയ്തത്. ഏതായാലും വലിയ വിഷയമായപ്പോൾ അത് വലിയ ചർച്ചയായപ്പോൾ നേരത്തെ നമ്മൾ കണ്ട മന്നാനി ഉസ്താദ് വന്നിട്ട് അതിനെതിരെയൊക്കെ സംസാരിക്കുന്നതൊക്കെ വന്നു. അത് വലിയ വാർത്തയായതൊക്കെ പിന്നീട് നമ്മൾ കണ്ടതാണ്. ഇത് 2022 വന്ന വാർത്തയാണ്. അപ്പോൾ എന്താ അത്? അതായത് ഈ ചേലാകർമ്മം അത് അനിസ്ലാമികമാണെന്ന് പറയരുത്, നിങ്ങൾ ദീനിനെ വെല്ലുവിളിക്കുകയാണ് എന്ന് നമ്മൾ നേരത്തെ കേട്ടു. അക്ബറോടാണ് കേട്ടോ മൂപ്പർ പറഞ്ഞു, നമ്മളോടല്ല. അവസാനം എന്തായി? യൂത്ത് ലീഗ് അവിടെ ഒറ്റപ്പെടുന്നു. സ്ത്രീകളുടെ ചേലാകർമ്മം. PK ഫിറോസിനും യൂത്ത് ലീഗിനുമെതിരെ സമസ്ത EK വിഭാഗം. നേരത്തെ നമ്മൾ വായിച്ച ഈ നിസാമി പൊന്നാനി എന്നൊക്കെ പറഞ്ഞ ആളുകൾ അവർ ഇതുപോലെയുള്ള സംഘടനകളുമായി ചേർന്ന് നിൽക്കുന്ന ഇസ്ലാമിക മത പണ്ഡിതർ എന്നൊക്കെ വിളിക്കാവുന്ന കുണ്ഠിതരാണ്. അപ്പോൾ അവർ ഇറങ്ങിത്തിരിച്ചു.
ലീഗിനെതിരെ. ലീഗ് അവിടെ കുഴങ്ങി. അവസാനം വിമർശനം കനത്തപ്പോൾ യൂത്ത് ലീഗിനെ പ്രശംസിച്ച പോസ്റ്റ് നമ്മളുടെ ലീഗിൻ്റെ മുതലാളി തന്നെ പിൻവലിക്കുന്ന അവസ്ഥ. എന്ന് വെച്ചാൽ സത്യത്തിൽ ആരാണ് ലീഗ്? മതമാണ് ലീഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് മതത്തിനെതിരെയുള്ളൊരു സാധനം പറഞ്ഞപ്പോൾ അത് പിൻവലിക്കേണ്ടി വരുന്നു. അത് നമ്മളിവിടെ കണ്ടു. ഇനി എന്താ അവിടെ നമ്മൾ കണ്ടത്? MM അക്ബറിന് നമ്മൾ കാണിച്ചു കൊടുത്തത് ഇസ്ലാമിലുണ്ട് ഈ പറയുന്ന സാധനം. അപ്പോൾ MM അക്ബർ പറഞ്ഞ ആദ്യത്തെ നുണ വിശ്വാസികളെ പറ്റിക്കുന്നത് ഇതാണ്. ഇങ്ങനൊരു സാധനം ഇസ്ലാമിലില്ല എന്ന് പറയുന്നു. ഇത് സുന്നത്താണോ, ഇത് നിർബന്ധമാണോ എന്നത് സംബന്ധിച്ച് മാത്രമേ തർക്കമുള്ളൂ. അല്ലാതെ ഇത് കൈ കെട്ടണോ, കുനൂത്ത് ചെല്ലണോ, സ്ത്രീകൾ സലാക്രമം ചെയ്യണോ എന്നത് സംബന്ധിച്ചിട്ടൊരു തർക്കം ഇവിടെ ഇല്ല. അത് ചെയ്യണം. അതെങ്ങനെ, എപ്പോൾ, എവിടെ, അതിൻ്റെ ഗുണമെന്ത്, ഇത് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. ഇനി നമ്മൾ സാധാരണ കോയമാർ വിളിക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ്റെ ഒരു ഗുണം പറയൂ എന്ന് പറഞ്ഞിട്ട് അവരോട് നമ്മൾ ചോദിക്കാറുണ്ട്. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഗുണം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സാധനം ഉണ്ടെന്ന് സമ്മതിക്കലേ. അതുകൊണ്ടാണ് അവർക്ക് പറയാൻ പറ്റാത്തത്. പക്ഷേ നമ്മളവരോട് പറയുന്നു, നിങ്ങൾ എന്താണ് ഗുണമായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്? അപ്പോൾ ഈ സൈറ്റ് ഇസ്ലാം QA, ഇസ്ലാമിനെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന നമ്മളൊക്കെ വിശ്വാസികളായിരുന്ന സമയത്ത് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡോക്ടറോട് ചോദിക്കാം എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഉസ്താദിനോട് ചോദിക്കാം എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ സൈറ്റ്. എന്തും എഴുതി ചോദിക്കാം. ഞാനും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇവിടെ ഉത്തരം നിങ്ങൾക്ക് കാണാം. മെഡിക്കൽ ബെനിഫിറ്റ്സ് ഓഫ് ഫീമെയിൽ സർക്കംസിഷൻ. കുഡ് യു എക്സ്പ്ലെയിൻ മീ വാട്ട് ഈസ് ദ മെഡിക്കൽ ബെനിഫിറ്റ് ഓഫ് ഗേൾസ് സർക്കംസിഷൻ? അതായത് ഇത് ചെയ്യണോ വേണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇത് ചെയ്താലുള്ള ഗുണം എന്ത് എന്നുള്ളതാണ് ഇവിടുത്തെ സംശയം. എന്നാൽ ഈ മണ്ടന്മാർ, എൻ്റെ പൊന്ന് ചങ്ങാതി, MM അക്ബറാണ് ഉത്തരം കൊടുക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും കൊടുക്കുക എന്നുള്ളത് ആലോചിച്ചാൽ മതി. ഇങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ, ഇത് ഇസ്ലാമികമല്ലല്ലോ, ഇസ്ലാമിലത് ഹറാമാണല്ലോ, അപ്പം നമ്മളിത് ചെയ്യാൻ പാടില്ലല്ലോ, പിന്നെ ഇതിൻ്റെ ഗുണം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ചില ആളുകൾ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും, സാറ് ഹോമിയോ വിട്ടുമെന്നൊക്കെ അറിയാം, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, കുട്ടികൾക്ക് ഇന്ന് ഈ ജലദോഷത്തിന് ഹോമിയോ മരുന്ന് കൊടുത്താൽ വല്ല കുഴപ്പമുണ്ടോ? ഗുണമൊന്നുമില്ല, ഓക്കെ, അത് നമുക്ക് മനസ്സിലായി, വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. എൻ്റെ പൊന്നു ചേട്ടാ, ഇത് ഗുണമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കൊടുക്കണത് എന്ന് ചോദിക്കുന്ന പോലെ ഇവിടെ ഈ സാധനം ഇസ്ലാമിലില്ല, പിന്നെ എന്തിനാണ് അതിന് ഗുണം ചോദിക്കുന്നത്? എന്തായാലും ഇവന്മാർ കൊടുക്കുന്ന ഉത്തരം എന്താണ്? സർക്കംസിഷൻ ഇസ് വൺ ഓഫ് ദ സുന്നാസ് ഓഫ് ഫിത്ര. ഓക്കെ, അതായത് ആ ഒരു ശുദ്ധിയുടെ, ആ ഒരു പരിശുദ്ധിയുടെ സാധനമാണ് എന്ന് പറഞ്ഞിട്ടാണ്. ആസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ വേർഡ്സ് ഓഫ് ദ പ്രൊഫറ്റ്. ഹദീസ് വരെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് പണി എളുപ്പമാണ്. ദ ഫിത്ര ഈസ് 5 things or 5 things ആർ പാർട്ട് ഓഫ് ദ ഫിത്ര. 1. ചേലാകർമ്മം. 2. ഷേവിംഗ് ദ പ്യൂബ്സ്, പ്ലക്കിംഗ് ദ ആംപിറ്റ് ഹെയർസ്, കട്ടിംഗ് ദ നെയിൽസ് ആൻഡ് ട്രിമ്മിംഗ് ദ മുസ്റ്റാഷ്. ഇത് ഹദീസ് നമ്പർ ബുഖാരി 5889, മുസ്ലിം 257. ഇതൊക്കെ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ കാക്കാമാരുടെ തന്നെ വെബ്സൈറ്റാണ്. നമ്മളൊന്നും എഴുതി പഠിപ്പിച്ചുള്ള ജൂതന്മാരല്ല. ഓക്കെ, അൺഡൗട്ടഡ്ലി വിത്ത് റിഗാർഡ് ടു ദ സുന്നാസ് ഓഫ് ദ ഫിത്ര, സം ഓഫ് ദ വിസ്ഡം ബിഹൈൻഡ് ദം ഈസ് ഒബ്വിയസ്. അത് വളരെ ക്ലിയറാണ് ചിലതൊക്കെ. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ് സർക്കംസിഷൻ. അത് സർക്കംസിഷനിലടക്കം. ദർ ആർ ക്ലിയർ ബെനിഫിറ്റ്സ് to it which we should pay attention to and understand the wisdom behind it. Build-up ആണ് കേട്ടോ, ഇത് വലിയ ഗുണമുള്ള സാധനമാണ്. In the answer to question number 9412, we have discussed circumcision, how it is to be done and the ruling on it. In the answer to question number 7073, we have explained the health and Shari'i benefit of circumcision for males. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്നത് ഫീമെയിൽസിൻ്റെയാണ്. ഇതാണ് പറഞ്ഞത്. സർക്കംസിഷൻ ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. MM അക്ബർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ദ കറക്റ്റ് വ്യൂ ഈസ് ദാറ്റ് സർക്കംസിഷൻ ഈസ് ഒബ്ലിഗറ്ററി ഫോർ മെയിൽസ് ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ സിംബൽസ് ഓഫ് ഇസ്ലാം. ഓക്കെ, സിമ്പിൾ അതാണ് ഞാൻ എപ്പോഴും വെക്കാറുള്ള ആ ഒരു മിനാരത്തിൻ്റെ ചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതാണ് ആ സിമ്പിൾ. ആൻഡ് ദാറ്റ് സർക്കംസിഷൻ ഓഫ് വിമൻ ഈസ് മുസ്തഹബ് ബട്ട് നോട്ട് ഒബ്ലിഗറ്ററി. അതായത് ചെയ്താൽ ഗുണമുണ്ട്, ചെയ്തില്ലെങ്കിൽ ദോഷമൊന്നുമില്ല എന്ന ഒരു സംഭവം. ഇനി എന്തായാലും അത് അപ്പോഴും ചെയ്യണ്ട എന്നല്ല പറയുന്നത്, ചെയ്താൽ ഗുണമുണ്ട്. സർക്കംസിഷൻ ഈസ് പ്രിസ്ക്രൈബ്ഡ് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ഗുണം. ദർ ആർ റിപ്പോർട്ട്സ് ഇൻ ദ സുന്ന വിച്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് സർക്കംസിഷൻ ഫോർ വിമൻ ഈസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ഇസ്ലാം. In Medina, there was a woman who circumcised women, and the Prophet said to her, do not go to the extreme in cutting. നിങ്ങൾ മുറിക്കണമൊക്കെ കൊള്ളാം, വല്ലാതെ അങ്ങോട്ട് കയറ്റി വെട്ടരുത്. That is better for the woman and more liked by the husband. അത് അബു ദാവൂദ് 5271 ഹദീസാണ്. MM അക്ബറിന് വേണ്ടിയിട്ടുള്ള ആണ്. അറബിയൊക്കെ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് പോയിട്ട് അർത്ഥമൊക്കെ വ്യാഖ്യാനം ആ ജാതി സാധനമൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ക്ലാസ്ഡ് as സഹീ ബൈ ഷെയ്ഖ് അൽബാനി. അൽബാനിയെ തള്ളാൻ ഒരു കാക്കാനും പ്രത്യേകിച്ച് സലഫിക്ക് കഴിയില്ല. ഇൻ സഹീ അബി ദാവൂദ്. ഇനി ഗുണം, അതാണല്ലോ ഇതിൽ പ്രധാന ഹൈലൈറ്റ്. മെൻഷനിങ് സം ഓഫ് ദീസ് ബെനിഫിറ്റ്സ്, ഡോക്ടർ ഹാമിദ് അൽ ഖവാബി, വലിയ അറബി പേരൊക്കെയാണ്,
ദ സെക്രീഷൻസ് ഓഫ് ദ ലേബിയ മൈനോറ. ഈ സെക്രീഷൻ വിട്ടിട്ടുള്ള ഒരു കളിയിൽ ആണിൻ്റെ അത് ചോദിച്ചാലും സെക്രീഷനാണ്. അവിടെ അടിഞ്ഞു കൂണി അളിഞ്ഞു പിളിഞ്ഞ് ആകെ പ്രശ്നമാവും. ഇതാണ് പ്രശ്നം. ഇവിടെയും അത് തന്നെയാണ് പ്രശ്നം. മര്യാദയ്ക്ക് വൃത്തിയാക്കാൻ അറിയില്ലെങ്കിൽ അത് പോയി പഠിക്കുക, എന്നിട്ട് അത് ചെയ്യുക. ഇതല്ലേ വേണ്ടത്. അതിന് പകരം കാണുന്ന വെട്ടിക്കളയാനാണെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ അടിയിൽ ഈ പീള കെട്ടുന്നു, അളിഞ്ഞു വിളിഞ്ഞിരിക്കും, പീള മുറിച്ച് കളയാം. പല്ല് തേക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, അതിൻ്റെ ഉള്ളിൽ അളിഞ്ഞു വിളിഞ്ഞിരിക്കുന്നു, പല്ല് പറിച്ച് കളയാം. ഇങ്ങനെ ഏത് സാധനം വേണമെങ്കിലും അളിഞ്ഞു വിളിഞ്ഞാൽ ഉടനെ പറിച്ച് കളയാം, മുറിച്ച് കളയാം. ഇതാണ് നിങ്ങൾക്ക് ആ കൂടി ചെയ്യാൻ അറിയുള്ളൂ എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ വെറും കാട്ടറിവികളാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടാണ് എന്ന്. ഏതായാലും ഇവിടെയും അളിഞ്ഞു വിളിഞ്ഞ സംഗതി തന്നെ. അപ്പോൾ ദ സെക്രീഷൻസ് ഓഫ് ദ ലേബിയ മൈനോറ അക്യുമുലേറ്റ് ഇൻ അൺസർക്കംസൈസ്ഡ് വിമൻ ആൻഡ് ടേൺ റാൻസിഡ്. ഓക്കെ, സോ ദേ ഡെവലപ്പ് ആൻ അൺപ്ലസൻറ്റ് ഓർഡർ വിച്ച് മേ ലീഡ് ടു ഇൻഫെക്ഷൻസ് ഓഫ് ദി വജൈന ഓർ യൂറിത്ര. അതുകൊണ്ട് നമുക്ക് മുറിക്കണം. ഐ ഹാവ് സീൻ മെനി കേസസ് ഓഫ് സിക്നസ് കോസ്ഡ് ബൈ ദ ലാക്ക് ഓഫ് സർക്കംസിഷൻ. അപ്പോൾ കാക്കാമാർ ഇത് കേൾക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഭാര്യയുടേത് ഇത് മുറിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മുറിക്കുക. കാരണം നിങ്ങളുടേത് മുറിച്ചത് ഈ അളിഞ്ഞു വിളിയും എന്നുള്ള കാരണം പറഞ്ഞിട്ടാണ്. ഇവിടെ കാക്കാമാർ അറിയാൻ വേണ്ടിയിട്ട് കാക്കാമാരുടെ വെബ്സൈറ്റിൽ കാക്കാനായ ഉസ്താദ് എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്, സ്ത്രീകളുടേത് മുറിക്കണം, ഇല്ലെങ്കിൽ അതും അളിഞ്ഞു വിളിയും എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി മുറിച്ച് കളയാം. ഇനി സർക്കംസിഷൻ റെഡ്യൂസസ് excessive sensitivity of the clitoris which may cause it to increase. ചിരിക്കാണ്ടിരിക്കാൻ എന്തെങ്കിലും ചെയ്യണുള്ളൂ. Cause it to increase in size to 3 centimeters when aroused, which is very annoying to the husband, especially at the time of. ഇത് നമ്മൾ കാമസൂത്രം എന്നല്ല കേട്ടോ വായിക്കണം, ഇസ്ലാമിക ഫിഖി സാമാനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. Another benefit of circumcision is that it prevents stimulation of the clitoris, which makes it grow large in such a manner that it causes pain. എന്തുട്ടാണ് അവസാനം? Circumcision prevents spasms of the clitoris which are kind of inflammation. അടിപൊളി. ഇതൊക്കെ എവിടെ നിന്നാണോ കിട്ടുന്നത്, ഏത് കിതാബാണ്? ഇനി അവസാനത്തെ circumcision reduces excessive sexual desire. ആഹാ, അടിപൊളി. അപ്പോൾ ആണുങ്ങൾക്കും ഇതേ മാർഗം, നമ്മൾ ഉസ്താദുമാരുടെ ഈ സെക്ഷൽ ഡിസയറൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഇതേ സാധനം നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കൊള്ളാം. ഇനി നമുക്ക് അടുത്ത ആ ഒരു ഭാഗത്തേക്ക് കിടക്കണം. മൂളിച്ച വേണമെന്ന് ചില ആളുകൾ പറയുന്നത്, അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ശരിയാണ്, എനിക്കും തോന്നി, മാപ്പാക്ക. എന്തായാലും ഒരു അറബി മൂളിച്ചുണ്ടായിരുന്നെങ്കിൽ ആ നാണം കുറച്ചൊക്കെ മറയ്ക്കാമായിരുന്നു. ശരിയാണ്. അപ്പോൾ ഇനി അടുത്തത് എന്തുകൊണ്ട് ഇസ്ലാം മാത്രം എന്നുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് നമ്മൾ എം അക്ബർ സ്വതസിദ്ധമായ ശൈലിയിൽ അത് പറയും, അതിന് വേണ്ട ചില കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അത് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഓക്കെ. ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ്, അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ദുബായിൽ വെച്ച് ഇപ്പോൾ കാലിക പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായിട്ട് എൻ്റെ ഈ വാണിമേൽ നാട്ടിൽ വന്നത് വളരെയധികം സന്തോഷമുണ്ട്. അക്ബർ സാഹിബിന് ദീർഘായുസ്സും ആരോഗ്യവും നൽകി ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദ്യം 2-3 ചോദ്യങ്ങളുണ്ട്, വളരെ ചുരുക്കി ചോദിക്കാം. ഒന്ന് ചോദിക്കാനുള്ളത്, ഒരുപാട് മതങ്ങൾ ലോകത്തുണ്ട്, എന്നാൽ ഇസ്ലാം മാത്രം ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നാണ്? എന്തുകൊണ്ട് ഇസ്ലാം വിമർശിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒറ്റവാക്കിലുള്ള ഉത്തരം, ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മതം ഇസ്ലാമാണെന്നാണ്. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മതം, അത് മറ്റൊരു വിധത്തിൽ നമ്മൾ പറഞ്ഞാൽ പേ പിടിച്ച ഒരേ ഒരു മതം അത് ഇസ്ലാമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇസ്ലാമിനെ വിമർശിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. നമ്മൾ അതിനോട് പറയുന്നത് എന്തുകൊണ്ട് പേ പിടിച്ചു, എങ്ങനെയാണ് പേ പിടിക്കണേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇടപെടുന്നത് കൊണ്ട് തന്നെ ഇസ്ലാം എല്ലാ ചൂഷകന്മാർക്കും തലവേദനയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ തമസ്കരിച്ചുകൊണ്ടല്ലാതെ ചൂഷകന്മാർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒന്നാമതായി ആത്മീയത ചൂഷണം. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ദല്ലാളന്മാരായി ചമഞ്ഞ് അവർ മനുഷ്യരുടെ ആത്മീയ ദാഹങ്ങൾ മുഴുവനും തീർക്കുന്ന ആളുകളായി സ്വയം ചമഞ്ഞുകൊണ്ടുണ്ടാക്കിയ ഒരു പൗരോഹിത്യത്തിന്റെ പട തന്നെ ലോകത്തുണ്ട്. ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്ഥാപനം അല്ലെങ്കിൽ ഏറ്റവും വലിയ സാമ്പത്തിക ഭദ്രതയുള്ള സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു പൗരോഹിത്യപ്പടയുടെ സ്ഥാപനമാണ്. അവരുടെ ന്യായം എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു.
ആ ദൈവാത്മാവ് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നതാണ് ദൈവത്തിന്റെ വാക്കുകൾ, ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ. ഇതാണ് അവരുടെ വീക്ഷണം. ഇത് തന്നെയല്ലേ ഇവരും എം അക്ബറും പറയാറുള്ളത്. അതായത് ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ വിമർശിക്കുമ്പോൾ ഇവർ വന്നിട്ട് എന്താ പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, നിങ്ങൾക്ക് അറബി അറിയില്ല, അറബി അറിയുന്ന ആളുകൾ ഞങ്ങളാണ്, ഞങ്ങൾക്കാണ് ഇത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, നിങ്ങൾ ഞങ്ങളിലൂടെ അത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നത് ആരാണ്? നിങ്ങൾ തന്നെയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കുക, ഓക്കെ ഇതെല്ലാവർക്കും വായിക്കാം, എല്ലാവർക്കും മനസ്സിലാക്കാം, ഇത് ഭാഷ ഒരു പ്രശ്നമൊന്നുമല്ല, ഇത് പരിഭാഷ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്നങ്ങ് സമ്മതിച്ചു കഴിഞ്ഞാൽ കാര്യം തീർന്നു. അപ്പോൾ അന്ന് നിങ്ങളത് അവിടെ പറഞ്ഞു, ഇപ്പോൾ പറയാണ് അത് ശരിയല്ല, ഇത് ചില ആളുകൾ അവരിലൂടെ മാത്രം ഇത് വന്നാലേ ഇത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന ആ ഒരു രീതിയിൽ വന്നാലേ ശരിയാവുള്ളൂ, ഞങ്ങൾക്കേ അറബി അറിയുള്ളൂ എന്ന് പറയുന്ന ആ ഒരു സാധനം, അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അവരൊക്കെ ചൂഷകരാണ് എന്നും കൂടി ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ സ്വന്തം മൂട്ടിലല്ലേ എൻ്റെ പൊന്ന അക്ബറെ വെടിവെക്കണത്? എന്തിനീ എടുത്താൽ പൊങ്ങാത്ത പണിക്ക് നിൽക്കണത്? അവിടെ ഇസ്ലാം അവരുടെ ആത്മീയ അവകാശവാദത്തിന്റെ അടിവേരറുക്കുന്നു. ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള എല്ലാ ദല്ലാളന്മാരെയും നിഷേധിക്കുന്നു. അവിടെ ഇസ്ലാം ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള എല്ലാ ദള്ളാലന്മാരെയും അവസാനിപ്പിക്കുന്നു. യാ അയ്യുഹന്നാസ് അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും എല്ലാം സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ മാത്രമാണ്. അതോടുകൂടി മനുഷ്യനും സാധാരണ അടിമയും ദൈവവും അള്ളാഹുവും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ അവിടെ ഇടയാളന്റെ ഒരു മധ്യവസ്ഥയുടെ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു ആവശ്യമില്ല. തീർച്ചയായും ആ ഒരു വലിയ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ തമസ്കരിച്ചിട്ടില്ലെങ്കിൽ ഈ ആദർശത്തിലേക്ക് ആളുകൾ വന്നാൽ സ്വാഭാവികമായിട്ടും അവരുടെ ആത്മീയ കൊട്ടാരമാണ് പൊളിയുന്നത്. പിന്നെ ഇസ്ലാം എല്ലാ ചൂഷണങ്ങൾക്കും, ഭൗതിക ചൂഷണങ്ങൾക്കും എതിര് നിൽക്കുന്നു. ആധുനികത എന്ന് പറയുന്നത് ഇപ്പൊ ലിബറലിസം, മുതലാളിത്തം എന്നല്ല നമ്മളിങ്ങനെ പറയും. ആധുനിക സംസ്കാരം, മാർക്കറ്റിംഗിൽ അധിഷ്ഠിതമായ ആധുനിക സംസ്കാരത്തിന്റെ മുഖമുദ്ര എന്താണ്? എല്ലാ മാർക്കറ്റിംഗും നിലനിൽക്കുന്നത് 5 കാര്യങ്ങളിലാണ്. ഒന്ന് ലഹരിയാണ്. ലഹരി ഇല്ലാത്തൊരു മാർക്കറ്റിംഗും ഇല്ല. ലഹരി നേർക്ക് നേരെ കൊടുക്കുന്നത് മാത്രമല്ല, ലഹരി നേർക്ക് നേരെ കൊടുക്കുന്നത് വേറെ വ്യാപകം. സ്വർഗത്തിൽ എന്താണ്? കള്ള്. നമ്മളിവിടെ കള്ള് കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം. സ്വർഗത്തിൽ കള്ള് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്, അതായത് നിങ്ങളിടുമ്പോൾ ബർമുട, നമ്മളിടുമ്പോൾ വള്ളി നിക്കർ, പള്ളി പറഞ്ഞാൽ മതി അല്ലേ? ലഹരിയിലൂടെ ബിസിനസ് എത്രയാണ്? കോടികളുടെ മില്യൺസിന്റെ ബില്യൺസിന്റെ ബിസിനസ്സാണ്. ലക്ഷങ്ങളല്ലേ, ഓരോ ദിവസം കോടിക്കണക്കിന് ആളുകളല്ലേ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങ് സ്വർഗത്തിൽ നിങ്ങൾക്ക് കള്ള് കിട്ടുമെന്നും കേട്ടിട്ട് എന്താണ് അക്ബറെ ലോകവ്യാപകമായി നടക്കുന്നത്? ഇസ്ലാം അവിടെ എതിര് നിൽക്കുന്നു. അവിടെ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ, ഇസ്ലാമിക ധാർമ്മികതയിലേക്ക് ആളുകൾ വന്നാൽ, ലഹരി കച്ചവടക്കാർ അവർക്ക് ഇസ്ലാം തമസ്കരിക്കപ്പെടണം. അതെങ്ങനെ ശരിയാവുക? ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുന്നത് തന്നെ കള്ളുപിടിക്കാന്ന് പറഞ്ഞിട്ടല്ലേ? നിങ്ങൾക്ക് സ്വർഗത്തിൽ പോയി കള്ളുപിടിക്കാം. അവിടെ ഒഴുകുന്ന എന്താണ് മുന്തിരിത്തോപ്പുകൾ, അവിടെ ഒഴുകുന്ന മദ്യപ്പുഴ, ഇതല്ലേ മദ്യപ്പുഴ എന്നുള്ള വാക്ക് തന്നെ കണ്ടുപിടിച്ചത് ആരാണ്? ഇസ്ലാമല്ലേ? അതേപോലെ തന്നെ ഓരോന്നും സ്ത്രീയുടെ സൗന്ദര്യം കച്ചവടവൽക്കരിക്കപ്പെടുന്നു. അത് സിനിമാശാലകൾ മുതൽക്ക് പരസ്യ വിപണി വരെയുള്ള എല്ലായിടത്തും സിനിമാശാലകളിലെ കച്ചവടവൽക്കരണത്തെ കുറിച്ച് പറയേണ്ടല്ലോ. ഇപ്പൊ ഹേമ കമ്മിറ്റിയാണ് എല്ലായിടത്തും ചർച്ച. വിഷയം പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. അപ്പോ ഇത് ആ രംഗത്തെല്ലാം സൗന്ദര്യം എന്നത്, സ്ത്രീയുടെ സൗന്ദര്യം അവളുടെ പടച്ചവൻ നൽകിയ വലിയ സമ്പത്താണ് എന്നും നിധിയാണ് എന്നും അത് അർഹതപ്പെട്ട ആളുകളുടെ മുന്നിൽ മാത്രം അഴിച്ചു വെക്കുവാനുമുള്ള സ്വാതന്ത്ര്യം പെണ്ണിന് നൽകിയ ഇസ്ലാമിക ദർശനം. സ്വർഗത്തിൽ ചെന്ന് എന്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇസ്ലാം വെക്കണത്? നിങ്ങൾക്ക് അവിടെ പോയാൽ എന്താണ് ആരും കാണാത്ത, ജിന്നോ മനുഷ്യനോ ഇതുവരെ കാണാത്ത തരം പെണ്ണുങ്ങളെ അവിടെ കിട്ടും. അത് അവരുടെ ശരീരം പളുങ്ക് പാത്രം പോലെയാണ്, അതിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആണ്, അവരുടെ മുലകൾ ഒടിഞ്ഞു തൂങ്ങിയിട്ടില്ല, അവർ എന്താണ് നിത്യകന്യകളായിരിക്കും, അവർക്ക് മെൻസസ് ഇല്ല, അവർ അപ്പയിടില്ല, അവർ മൂത്രം ഒഴിക്കില്ല. ഇതൊക്കെ പറഞ്ഞ് സ്ത്രീകളുടെ ഇതുപോലെയുള്ള അളവും വടിവും എല്ലാം പറഞ്ഞ് ഇസ്ലാം വിൽക്കുന്നത് ഇത് നിങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നത്? അല്ലേ? ഇനി പോട്ടെ, ഇസ്ലാമിൽ നിസ്കരിക്കണം എങ്ങനെയാന്ന് പറഞ്ഞിട്ടില്ല, നോമ്പെടുക്കണം എങ്ങനെയാന്ന് പറഞ്ഞിട്ടില്ല, ഹജ്ജ് ചെയ്യണത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടില്ല.
ഈ സ്വത്തവകാശം വായിക്കണത് പോലും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതുപോലെ നമ്മൾ കണ്ടു ഈ ഫ്രാക്ഷൻസ് ആഡ് ചെയ്ത് വന്നപ്പം അള്ളാഹുവിന് പറ്റിയ ഒരു പറ്റ്. പക്ഷെ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു വച്ചിരിക്കുന്ന സാധനം എന്താണ്? സ്വർഗത്തിലെ ഹൂറികളുടെ മുലകൾ ഒടിഞ്ഞു തൂങ്ങിയിട്ടില്ല. പുരുഷൻ അവിടെ കിട്ടുന്ന ലിംഗം എന്ന് പറയുന്നത് അത് ഒടിയാത്ത ലിംഗമായിരിക്കും എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു വെക്കുന്നു. നിങ്ങളെന്താ ചെയ്യുന്നത്? സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു. ഇനി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്യുമ്പോൾ നഗ്നയായ ഒരു രൂപം വെച്ചിട്ടൊന്നും ആരും ചെയ്യാറില്ല. അറ്റ്ലീസ്റ്റ് ഒരു ബിക്കിനിയെങ്കിലും കൊടുക്കും. നിങ്ങളെന്താ ചെയ്യുന്നത്? ഒരു തുണി കഷ്ണമെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിത്രം വെച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി കൂട്ടാളികൾ അല്ലെങ്കിൽ ഇതുപോലെ 6-ാം നൂറ്റാണ്ടിലെ ആളുകൾ ഇങ്ങനെ യാത്ര പോവാണ്. അങ്ങനെ ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലേക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ഇതുപോലെ വല്ല കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ ഇന്ന് നിങ്ങൾ പറയുന്നു ഇവിടെ ഇങ്ങനെ കാറിൻ്റെ പരസ്യം അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ അവിടെ സ്ത്രീയുടെ നഗ്നത ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഖുർആനിൽ എഴുതി വെച്ചതും ഇതേ സാധനം തന്നെയല്ലേ? ഒറ്റ വ്യത്യാസമുള്ളൂ, ഇങ്ങനെ ബിൽ ബോർഡ് വെച്ചിട്ടില്ല. പക്ഷേ ഖുർആനിലെ ആയത്തുകളിൽ എഴുതി വെച്ചിരിക്കുന്ന അതേ സാധനമല്ലേ? അതായത് നിങ്ങൾക്ക് ഇതേപോലെയുള്ള ചിത്രം, അതായത് നിങ്ങൾക്ക് ഈ സാധനമൊക്കെ വേണോ? കള്ള് വേണോ? മദ്യപ്പുഴ വേണോ? നിങ്ങൾക്ക് ഒരിക്കലും ഒടിയാത്ത ലിംഗം വേണോ? നിങ്ങൾക്ക് ഇതേപോലെ തുടുത്ത മുലകളുള്ള സ്ത്രീകൾ വേണോ? എന്താ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ജോയിൻ ഇസ്ലാം, വെൽക്കം ടു ഇസ്ലാം. ഇതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്ലാം വിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ഉപയോഗിച്ചത്? ഇവിടെ നാട്ടുകാരെന്താണ് ചെയ്യുന്നത്? അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ കുറച്ചുകൂടി മാന്യമായിട്ട് ചെയ്യുന്നു. അവർക്കൊരു തുണ്ട് ബിക്കിനിയെങ്കിലും കൊടുക്കുന്നുണ്ട്. മാത്രമല്ല പുരുഷനെ വെറുതെ വിട്ടിട്ടുണ്ട്. പുരുഷന് ഒടിയാത്ത ലിംഗം വെച്ചിട്ടൊന്നും ഒരു പരസ്യം ഇവിടെ നടത്തിയിട്ടില്ല. ഇസ്ലാം പുരുഷൻ്റെ ലിംഗത്തെ പോലും വെറുതെ വിട്ടിട്ടില്ല. ഒടിയാത്ത ലിംഗം ഉണ്ടെന്ന് വരെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മതമല്ലേ ഇസ്ലാം എന്ന് പറയുന്നത്? വളരെ മോശം. ഇതൊക്കെ വെച്ചിട്ടാണ് എന്തുകൊണ്ട് ഇസ്ലാം മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ചോദിക്കുന്നതിനുള്ള ഒരു യമണ്ടൻ ഉത്തരമായിട്ട് നമ്മളുടെ MM അക്ബർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് പിന്നെ അങ്ങ് മെഴുകാണ്, പിന്നെ കൂടുതൽ പറയാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ രണ്ട് സാധനങ്ങൾ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കാര്യങ്ങൾ ഒരു ഏകദേശ ധാരണ കിട്ടും. ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇതാണോ സത്യത്തിൽ നമ്മൾ ഇസ്ലാമിന്? ഞാൻ ആ വീഡിയോ മുഴുവൻ പ്ലേ ചെയ്യുന്നില്ല, അതിലെ പ്രധാനപ്പെട്ട 2 ഞാൻ ഇവിടെ എടുക്കുന്നു. ബാക്കി നിങ്ങൾ മൂപ്പരുടെ വീഡിയോ പോയി കണ്ടാൽ മതി. സമയത്തിൻ്റെ അത് വല്ലാതെ നീണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നു? എന്താണ് ഇസ്ലാം ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്നം എന്നുള്ളതാണ്. ഇസ്ലാമിലെ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് ആ കിതാബിൽ അറബിയിൽ എഴുതിയതിൻ്റെ അക്ഷരത്തെറ്റോ അതിലേതെങ്കിലും എഴുതിയ സാധനം ഇതേപോലെ തല തിരിഞ്ഞു പോയതോ, ഇപ്പോൾ സ്വത്തവകാശം നടത്തിയപ്പോൾ അതിനകത്ത് അബായിക്കലിൽ കണക്ക് പറഞ്ഞ സമയത്ത് അതിനകത്ത് കണക്ക് പഠിച്ചുകൊണ്ട് തെറ്റി എന്നുള്ളത്, ഇതൊന്നും അല്ല യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത്. അത് പ്രശ്നമാണ്, സാമൂഹികമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങളിലേക്കൊക്കെ നയിക്കുന്നത് അത്തരത്തിലുള്ള തെറ്റായ രീതികൾ, ഇസ്ലാമിനകത്ത് നിലനിൽക്കുന്ന രീതികൾ തന്നെയാണ്. പക്ഷേ എൻ്റെയൊക്കെ മുന്നിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ മുന്നേ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്, നിങ്ങൾ സമാധാനത്തോടു കൂടി ഒരു ട്രെയിനിലോ ഒരു ബസ്സിലോ ഒരു പാർക്കിലോ ഒരു സിനിമാ തിയേറ്ററിലോ ഒരു മാളിലോ നിങ്ങൾക്ക് പോകാൻ സാധിക്കുമോ? അതിന് പറ്റുന്ന തരത്തിലാണോ ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നത്? ഒരു മാളിലേക്കൊക്കെ കടന്നു ചെന്നു, അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്ററിൽ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു അല്ലാഹു അക്ബർ കേട്ട് കഴിഞ്ഞാൽ കാക്കാമാർ വരെ പേടിച്ചോടുന്ന അവസ്ഥയിലേക്കല്ല ഇന്ന് ലോകം എത്തി നിൽക്കുന്നത്. ഒരു ചെറിയൊരു കണക്ക് മാത്രം നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ഇവിടെ വീണ്ടും ഞാൻ എടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞുള്ളൂ, വിശ്വാസികൾ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് നമ്മൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കാറുള്ള ഒരു സാധനമാണ്. വേറെയും ഒരുപാട് സാധനങ്ങൾ നമുക്ക് എടുക്കാം, പക്ഷേ ഇത് കണക്കുകൾ വേണമല്ലോ നിങ്ങൾക്ക്, അതുകൊണ്ട് വെക്കുകയാണ്. ഇത് 2024 വന്ന റിപ്പോർട്ട്. അതിൽ ഓരോ രാജ്യത്തെയും അവർ നേരിടുന്ന ടെററിസ്റ്റ് ആക്രമണങ്ങൾ അതിനെക്കുറിച്ചുള്ളൊരു പഠനം നമ്മൾ നടത്തി കഴിയുമ്പോൾ ആരാണത് കൂടുതൽ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഒരു ചെറിയ കണക്ക് 20 ഡെഡ്ലിയസ്റ്റ് അറ്റാക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ എടുത്തു കഴിയുമ്പോൾ ആദ്യത്തെ 20 എണ്ണവും അത് നടത്തിയിരിക്കുന്നത് ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസാണ്. ഇന്നിപ്പോൾ ഏതാനും കുറച്ച് നേരം മുന്നേ നമ്മളുടെ ഒരു കോയ വിളിച്ചു. നമുക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കേട്ട് കളയാം, ഒരു തമാശയ്ക്കാണെങ്കിലും. ഞാനിപ്പോൾ ഒരു ചെറിയ ഓഡിയോ ആയത് കാരണം അത് പ്ലേ ചെയ്യാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് വേണമെങ്കിൽ ഇവിടെ അങ്ങ് കേട്ട് കളയാം. പുള്ളി ഞാൻ വിളിച്ചു, ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളി കട്ട് ചെയ്ത് ഓടി. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു, പുള്ളി എന്നിട്ട് ഫോൺ എടുത്തില്ല.
അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ നമുക്കൊന്ന് കേട്ട് കളയാം. ഓക്കെ, കേൾക്കല്ലേ? റെഡി? യെസ്. ഹലോ. ഹലോ. യെസ്. ഇത് ആരിഫ് മുഹമ്മദ് സാറല്ലേ? ആരിഫ്? അതെ, ആരിഫ് ആണ്. ആരത്? ഞാൻ താങ്കളുടെ ഒരു ഫാനാണ്. ആള് മാറിപ്പോയി. മാപ്പാക്കണം, ഇഷ്ടം പോലെ കോള് വരുന്നുണ്ടേ. ചേടാ, അതെ, വന്താച്ച് 9 മിനിറ്റേ ഉള്ളൂ. ഹലോ. ഹലോ. യെസ്. കോഴിക്കോടിന്നല്ലേ? അതെ, ആരാണ്? ഹലോ. ഹലോ. അതെ, ആരാണ്? അത് ആഷിഖ്. ഓ, ആഷിഖ്. ആഷിഖ്. പറയൂ ആഷിഖ്. വിശ്വാസിയാ? കോയാണോ? കോയാണോ ചോദിച്ചാ കോയാണ്. പിന്നെന്തേ? അല്ല, ഞാന് നിങ്ങളെ എല്ലാ വോയിസും കേൾക്കലുണ്ട്. അതിലേ നിങ്ങൾ അടിമസ്ത്രീനെ പറ്റി മാത്രമാണ് പറയുന്നത്. അടിമസ്ത്രീ, അതേപോലെ ആശാബീവിന്റെ കല്യാണം, അതൊക്കെ തന്നെയുള്ള നിങ്ങളെ വിഷയങ്ങള്. അതിൽ വേറെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. വേറെന്താ പറയണ്ടേ? അല്ല, ഒരുപാട് നല്ല വിഷയങ്ങളുണ്ട്, അതൊന്നും നിങ്ങള് പറയുന്നില്ല. നല്ല വിഷയങ്ങൾ നിങ്ങൾ പറയുമല്ലോ, ചീത്തയല്ലേ പറയാൻ ആളില്ലാത്ത, അതല്ലേ നമ്മള് പറയണ്ടേ? നിങ്ങൾ കണ്ടെത്തി ചീത്ത ആരുള്ളപ്പോ ഇതാ കിട്ടിയുള്ളൂ. അപ്പൊ ഇസ്ലാമില് ചീത്ത ഉണ്ട് എന്നാണോ അപ്പൊ നിങ്ങൾ പറയണേ? ചീത്ത ഉണ്ടെന്നല്ല, എല്ലാ വിഷയത്തിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവല്ലോ. ഇസ്ലാമിലുണ്ടോ അങ്ങനെ? ഇസ്ലാമിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പൊ എല്ലാത്തിനും നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാ വിഷയത്തിനും ചീത്ത നല്ലതും ആകാത്തില്ലേ? പലർക്കും പല കാഴ്ചപ്പാടല്ലേ. നിങ്ങളെ കാഴ്ചപ്പാടങ്ങനെ ഉദ്ദേശിച്ചത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടില് തെറ്റില്ല. അതാ ഞാൻ ചോദിക്കണം. അപ്പൊ ഇസ്ലാമിൽ ചീത്ത ഉണ്ടെന്നാണോ നിങ്ങൾ പറയണേ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടല്ല, നിങ്ങളെ കാഴ്ചപ്പാടിലുള്ള തെറ്റുകൾ നിങ്ങൾ എടുത്ത് ഉള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണല്ലോ നമ്മളത് പറയണേ. അത് വളരെ മോശമാണല്ലോ. എങ്ങനെ? അടിമയെ വെക്കാന്ന് പറയുന്നതൊക്കെ വലിയ മോശമുള്ള കാര്യല്ലേ? മോശം, അത് അങ്ങനത്തെ വിഷയങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഉള്ളത്. അതിപ്പോ ഇസ്ലാമിലെ നന്മ നിങ്ങൾ പറഞ്ഞ് ഇതിനെ തള്ളിമറിച്ച് നടക്കുമ്പോ അത് അല്ല, ഒരുപാട് വിഷയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയത് 1-2 വിഷയം മാത്രമാണ്. ആ വിഷയം തന്നെ നിങ്ങൾ പല കാര്യങ്ങളായിട്ട് പല ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ട്. അതെ, ആ വിഷയം എന്ന് പറയുന്നത് ഏറ്റവും ദുരന്താണ്, ഏറ്റവും വലിയ തണ്ടിത്തരാണ്. അതൊരു പ്രവാചകൻ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടല്ലേ നമ്മളത് പറയണേ. പ്രവാചകൻ അങ്ങനെ ചെയ്യുന്നതൊന്നും എല്ലാവർക്കും അങ്ങനത്തെ ഇതില്ലല്ലോ. നിങ്ങള് കുറച്ച് ആളുകൾക്ക് മാത്രല്ലേ. പ്രവാചകൻ ഉത്തമ മാതൃകയല്ലേ എല്ലാ മുസ്ലിങ്ങൾക്കും, എല്ലാ ലോകത്തുള്ള ആളുകൾക്കും. അങ്ങനെയുള്ള പ്രവാചകൻ ഇതുപോലെയുള്ള തെണ്ടിത്തരം കാണിക്കുമ്പോൾ അത് ശരിയാണോ? തെണ്ടിത്തരം എല്ലാവർക്കും ഇല്ലല്ലോ, നിങ്ങളെ പോലുള്ള കുറച്ച് ആളുകൾക്ക് മാത്രല്ലേ. പ്രവാചകൻ കാണിച്ചത് തെണ്ടിത്തരാണോ? അല്ലേ, പ്രവാചകൻ ഒരിക്കലും തെണ്ടിത്തരം കാണിച്ചു. പിന്നെ എങ്ങനെ അടിമയെ വെക്കുക, അടിമയെ ബോയിക്കാൻ അനുവാദം കൊടുക്കുക, അത് അന്നത്തെ കാലത്തുള്ള വിഷയങ്ങളല്ലേ. അത് ഇസ്ലാമിന്റെ മാത്രല്ല, അന്നത്തെ സമൂഹത്തിലുള്ള വിഷയങ്ങളാണ്. അതായത് മുഹമ്മദ് നബി ആ കാണിച്ചത് തെണ്ടിത്തരാണെന്ന് മാത്രമല്ല, അത് അന്നത്തെ ഒരു തെണ്ടിത്തരാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, അന്ന് ആ സമൂഹത്തില് മൊത്തത്തിലുള്ളൊരു വിഷയമാണത്. ആ തെണ്ടിത്തരം മുഹമ്മദ് നബി ചെയ്തു എന്നല്ല അതിന്റെ അർത്ഥം. ഇന്നിപ്പോ ആ അടിമന്റെ വിഷയം ഇസ്ലാമിലുണ്ടോ? ഉണ്ടല്ലോ, ഇപ്പോഴുണ്ടല്ലോ. അടിമ ഇല്ലാത്തോണ്ടല്ലേ. അതിനെന്താ തെളിവ്? ഇസ്ലാമിൽ ഇങ്ങനെ ഒരു അടിമ വിഷയം ഉണ്ട് എന്നുള്ള ഹദീസ് എടുത്ത് വായിക്കുക. ഹദീസല്ല, നമുക്ക് അറിവ് കുറവാണ്, സാധാരണക്കാരനാണ്. വിഷയമല്ല, നിങ്ങൾ പഠിക്കാത്തതിന്റെ കുഴപ്പമാവുന്ന. അല്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞിരി. അതന്നല്ലേ നമ്മൾ പറയണേ. ഇനിയിപ്പോ അത് പറയുമ്പോ നിങ്ങൾ വേറെ കോയ വിളിച്ചിട്ട് പറയും നിങ്ങൾ എപ്പോഴും അടിമ. അങ്ങനല്ല. അല്ല, ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, നിങ്ങൾ ഉണ്ടാക്കി വെക്കണേ. അതല്ല, ഞാനേ നിങ്ങളെ ഒരുപാട് കോളുകൾ കേട്ടു, പലരും വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലൊക്കെ വരുന്നത് ആയിഷ ബീവിന്റെ കല്യാണം, അതുപോലെ അടിമസ്ത്രീ. ആയിഷ ബീവിന്റെ കല്യാണം തെണ്ടിത്തരല്ലേ? അതില് ഗാന്ധിജി കഴിച്ചത് എത്ര? ഗാന്ധിജി ഉസ്തവത്തുൽ ഹുസനയാണോ എന്റെ പൊന്നു കോയ? അല്ലല്ല, ഗാന്ധിജി ഉസ്തവത്തുൽ ഹുസനയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. അല്ല, ഗാന്ധിജി അല്ല, സമൂഹത്തില് എല്ലാ മതത്തിലും കല്യാണം കഴിക്കേണ്ട അത്ര ഇതല്ലേ. ഗാന്ധിജിയെ എല്ലാവരും മാതൃകയാക്കണമെന്ന് പഠിപ്പിക്കണ്ടോ? അല്ല, ഗാന്ധിയെ മാതൃകയാക്കണ്ടല്ലോ. അത് പക്ഷെ മുഹമ്മദ് നബിയെ മാതൃകയാക്കണം എന്നുള്ള പഠിപ്പിക്കുന്നത്, അങ്ങനെയല്ലേ? ഗാന്ധിജിയെ മാതൃകയാക്കാൻ ആരെങ്കിലും പഠിപ്പിക്കണ്ടോ? അന്നത്തെ വിഷയം, അന്നൊക്കെ ആ കല്യാണം ഇസ്ലാം അന്നത്തേക്കുള്ളതാണോ? എന്നത്തേക്കുള്ളതല്ലേ?
അപ്പൊ ഇസ്ലാം എന്നത്തേക്കുള്ളതൊക്കെ തന്നെയാണ്. ഇസ്ലാമിൽ അന്നൊന്നും പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ എന്നത്തേക്കുമുള്ള ഒരു സാധനം പറഞ്ഞു വെക്കുക, ചെയ്തു വെക്കുകയൊക്കെ ചെയ്യുമ്പോ അതിനകത്തുള്ള പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അന്നത്തെ അല്ലേ നിങ്ങൾ പറഞ്ഞ എങ്ങനെ ശരിയാവുക? ഈ കാര്യം 2 വിഷയമേ ഉള്ളൂ. നിങ്ങൾ വോയിസ് ബ്രേക്ക് ഇത്ര വിശാലം, അതായത് വോയിസ് ബ്രേക്ക് ആവണ്ടേ? റേഞ്ച് ഉള്ളിടത്തേക്ക് നിൽക്കൂ. അവിടെ വല്ല ഈത്തപ്പനേണ്ടി ആദ്യമേ കയറ്. ഓക്കെ നോക്കട്ടെ. നോക്കട്ടെ. അതെ, ഈത്തപ്പനേമ കയറിയാൽ മതി, നല്ല റേഞ്ച് കിട്ടും. കവുങ്ങുമ്പ് കയറി ആടണ്ട, അത് വലിയ പ്രശ്നമാവും. പറയൂ, എന്താ പറഞ്ഞ ആയിഷ കല്യാണം? അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഇസ്ലാമില് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതില് 1-2 വിഷയമാണ് നിങ്ങൾ എല്ലാ സമയത്തും എടുത്തു പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? അതല്ലേ നമ്മളിപ്പോ പറഞ്ഞേ. അതായത് നിങ്ങൾ ഇസ്ലാമിലെ നന്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആ ഒരു വിഷയം മാത്രമാണ് തെറ്റായിട്ട് തോന്നിയിട്ടുള്ളത്? അതൊരു വലിയ തെറ്റല്ലേ? ചെറിയ തെറ്റാണോ? അല്ല, അത് എല്ലാവർക്കും ഇല്ല. അത് നിങ്ങൾക്ക് ആ വിഷയം മാത്രമാണോ തെറ്റായിട്ട് തോന്നിയിട്ടുള്ളത്? അത് എല്ലാവർക്കും ഇല്ല എന്ന് പറഞ്ഞാൽ ആർക്കാ ഇല്ലാത്തത്? മുസ്ലിങ്ങൾക്ക് മാത്രമല്ലേ ഇല്ലാത്തുള്ളൂ? മുസ്ലിങ്ങൾക്കല്ല, എല്ലാവർക്കും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരുവിധ ആൾക്കാരൊന്നും അതിനെ പറ്റി ആലോചിക്കുന്നില്ല. കാരണം ഈ അറബിയിൽ എഴുതി വെച്ച സാധനം ആർക്കെങ്കിലും വായിച്ചാൽ മനസ്സിലാവോ? നിങ്ങൾ ഖുർആൻ മുഴുവൻ വായിച്ചിട്ടുണ്ടോ? അർത്ഥം ഇല്ലല്ല, ഞാൻ ഖുർആൻ ഭാര്യയെ തല്ലാനുള്ള ആയത്ത് എത്രാമത്തെ ആയത്താണ്? അത് എനിക്കറിയില്ല. അള്ളാഹുവിനെ മുഹമ്മദ് നബീനെയൊക്കെ വിമർശിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടാനുള്ള ആയത്ത് എത്രാമത്തെയാണ്? അതൊന്നും എനിക്കറിയില്ല. കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ പറയുന്ന ആയത്ത് എത്രാമത്തെയാണ്? അതൊന്നും എനിക്കറിയില്ല. അല്ല, ഞാൻ സാധാരണക്കാരൻ, ഞാൻ നിങ്ങളുടെ വിഷയം അവതരിപ്പിച്ച ഏതാന്ന് വെച്ചാല്, നിങ്ങൾ സംസാരിക്കുന്ന വിഷയത്തിനെ പറ്റിയാണ് ഞാൻ അവതരിപ്പിച്ചത്. അതായത് ഞാൻ നിങ്ങളെ കോളുകൾ കേട്ടിട്ട് നിങ്ങൾ സംസാരിക്കുന്ന വിഷയം എന്ന് വെച്ചാല് ഈ കുറെ വിശാലമായിട്ടുള്ള ഇസ്ലാമിനെ പറ്റി ചിന്തിക്കാനുള്ളടുത്ത് നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങളെ തെറ്റായിട്ട് തോന്നിയത് ഒരു ആയിഷ ബീവിന്റെ കല്യാണവും അതുപോലെ തന്നെ അത് മാത്രമേ ഉള്ളൂ തെറ്റ്. അതാ എന്റെ ചോദ്യം. പ്രധാനപ്പെട്ട 2 നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, നിങ്ങൾക്ക് അത് മാത്രമാണോ? ഇപ്പൊ നമ്മളിപ്പോ ഒരു അരമണിക്കൂർ സംസാരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ ആ അരമണിക്കൂറിന് ഉള്ളിൽ നമുക്ക് എത്ര തെറ്റുകൾ പറയണം നിങ്ങൾ പറയും? അതല്ല, അത് ഒരുപാട് ഓരോ കോയെ വിളിച്ചിട്ട് ഓരോ എടുത്തിട്ട് നിങ്ങളെ മെയിൻ പോയിന്റ് നിങ്ങൾ ഏത് വിഷയം എടുത്തിട്ടാലും എത്ര നിങ്ങൾ അതല്ലേ പറയുന്നത്. ഈ മുഹമ്മദ് നബി ഉത്തമമായ മാതൃകയാണെന്ന് പറയുന്നത് മാറ്റി പിടിക്കണം. അതായത് നിങ്ങളെ കാര്യത്തിൽ കുറച്ച് പഠിക്കാൻ നമുക്ക്. ശരി, നിങ്ങൾ കേൾക്കൂ. നിങ്ങൾക്ക് ഏത് വിഷയത്തെ കുറിച്ചാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ളതെല്ലാം ഇന്ന് ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്മളെ തന്നെ വീഡിയോസ് ഉണ്ട്. ഓരോ കോയന്മാര് വിളിച്ചിട്ട് ഓരോന്ന് പറയുമ്പോ അതിനുള്ള മറുപടി അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഹലോ, നിങ്ങൾ ആ കവുങ്ങുമെന്ന് ഇറങ്ങിയിട്ട് ഒരു ഈത്തപ്പനെ കയറി. ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞല്ലേ, റേഞ്ച് ഇല്ല. അതല്ല, നിങ്ങളുടെ ഇസ്ലാമിനെ ഇത്രയും കൂടുതൽ വിമർശിക്കാൻ കാരണം ഇസ്ലാം അത്രമാത്രം മോശമായ ഒരു മതമായതുകൊണ്ട്, വലിയ കുഴപ്പമുണ്ടാക്കുന്ന ഒരു മതമായതുകൊണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള മതങ്ങളൊന്നും കുഴപ്പമുണ്ടാക്കുന്നില്ല. ഇസ്ലാം ഉണ്ടാക്കുന്ന അത്രയും ഇപ്പൊ നിലവിൽ ഉണ്ടാക്കുന്നില്ല. അങ്ങനെ പറയരുത്. ഒരുപാട് മതങ്ങളില് ഒരുപാട് തെറ്റുകളില്ലേ? ഇല്ല, അതൊന്നും എടുത്ത് പറയാം. അതൊരു ഇസ്ലാമിന്റെ വിഷയം മാത്രം എടുത്ത് പറയുമ്പോ നിങ്ങൾ 2024 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുക്കുക. അതിനകത്ത് 2024 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുക്കുക. അതിനകത്ത് ഇസ്ലാം അല്ലാത്തൊരു മതം നിങ്ങൾ കാണിച്ച. എന്നാ ഞാൻ ആ മതത്തെ വിമർശിക്കാന്നേ. അപ്പൊ നിങ്ങളെന്താ ഈ മറ്റുള്ള മതങ്ങളൊന്നും വിമർശിക്കാത്ത കാരണം എന്താ? ഒരു ടെററിസം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുക്കുമ്പോ അതിനകത്ത് ഹിന്ദുമതം വരുന്നില്ല, അതിനകത്ത് ക്രിസ്ത്യാനിറ്റി വരുന്നില്ല, അതിനകത്ത് ഇസ്ലാമേ വരുന്നുള്ളൂ. പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഹിന്ദുമതത്തിന്റെ മണ്ടയ്ക്ക് കയറണേ? എന്റെ കാഴ്ചപ്പാടല്ല, ഇവിടുത്തെ തെളിവുകളാണ് നമ്മൾ വെക്കുന്നത്. കാഴ്ചപ്പാട് മാത്രമൊന്നുമല്ല, കാഴ്ചപ്പാട് രൂപീകരിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോഴോ അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ടെററിസം ഇൻഡെക്സ്? കണ്ടിട്ടില്ല. കാണണ്ടേ? വേഗം എടുക്ക്, നോക്ക്. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുത്തോ. ഇസ്ലാമിനെ മാത്രമാണ് പറയണ്ടല്ലേ? അതെ, അതിനകത്ത് ടോപ്പ് 20 ടെറർ അറ്റാക്സ് എടുക്കുക. 2023 ഉണ്ടായത് 20 എടുത്തു കഴിഞ്ഞാൽ 20 ഇസ്ലാമാണ്. ടോപ്പ് 4 ടെറർ ഓർഗനൈസേഷൻസ് എടുക്കുക. ആ 4 ഏതാണ്? അൽ ഖൈദ, ഐസിസ്, അൽ ഷബാബ്, ഹമാസ്. ഇത് 4 ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് അല്ലേ? ഐസിസ് എങ്ങനെ ഇസ്ലാമിക് ടെററിസം? ഐസിസിന്റെ ഫുൾ ഫോം എന്താ?
അല്ല, ഇസ്ലാമിക് ടെററിസം എന്ന് പറഞ്ഞാല് അത് ഐസിസിന്റെ ഫുൾ ഫോം എന്താ? ഐസിന്റെ ഫുൾ ഫോം എന്താ നിങ്ങൾ പറയാ? നിങ്ങൾ പറയും, നിങ്ങൾ ഐസിസ് എന്തോ അല്ലാന്നല്ലേ പറഞ്ഞ? ഐസിസ് അല്ലല്ല, അതെങ്ങനെ രൂപീകരിക്കപ്പെട്ട എങ്ങനെയാ പറയും? അതെങ്ങനെ രൂപീകരിക്കപ്പെട്ടു? പറയൂ, നിങ്ങൾ പറയൂ. ഐസിസ് എന്താന്ന് പറയൂ. ആളിട്ടിട്ട് ഓടി. പിന്നെ ഞാൻ അങ്ങോട്ട് കുറേ വിളിച്ചു, ഒരു രക്ഷയില്ല, പുള്ളി ഫോൺ എടുക്കണില്ല. ഏതായാലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ സുഹൃത്ത്, ആളുടെ പേരെന്ന് ആഷിക്കുന്നു, അങ്ങനെ കണ്ടല്ലേ പേര് പറഞ്ഞ്, ഇത് നിങ്ങൾ കാണാം, ഇത് ഇവിടെ സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് സാധനങ്ങൾ. ഇതാണ് പ്രശ്നം. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ടോപ്പ് 4 ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ ഷബാബ്, JNIM, BLA ഒരു എത്നിക്കാണ്, പക്ഷെ അവിടെയും ഒരു ഇസ്ലാം അതിൻ്റെ പിന്നിൽ വരുന്നു. ഹമാസ്, വീണ്ടും അൽ ഷബാബ്, ഏതെടുത്തു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയല്ലേ അവിടെ കാണുന്നത്. അപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം ഇതാണ്. ഒരു ടെററിസം മാത്രം, നമ്മൾ ഗ്ലോബൽ ടെററിസം മാത്രമാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇസ്ലാം ഒരു കാരണമാവുന്നു. ഇനിയൊക്കെ പോട്ടെ, നിങ്ങൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് ചുമ്മാ സ്റ്റാബ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്യുക. കത്തിക്കുത്ത്. ലോകത്ത് എന്തെല്ലാം കാരണം കൊണ്ട് നിങ്ങൾക്ക് കത്തിക്കുത്ത് നടത്താം? പല പല കാരണങ്ങൾ. സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ കത്തിക്കുത്ത് നടത്തിയതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളുടെ RSSകാരും CPMകാരും തമ്മിൽ കുത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ 51 വെട്ട്, അങ്ങനെ പല പല സാധനങ്ങൾ നിങ്ങൾ കേട്ട് കാണും. എന്തായാലും ഇവിടെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നുമല്ല, 51 വെട്ടൊന്നും അല്ല, ഇന്ന് 72 വെട്ടിൻ്റെ കഥകളാണ് ഇന്ന് ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്നത് ഈ ഒരു വാർത്ത, ഇത് നമ്മളുടെ നെതർലാൻഡ്സിൽ സംഭവിച്ചിട്ടുള്ളൊരു സാധനം. അവിടെയും ഇതുപോലെ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ റോട്ടർഡാം എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ ഒരു സ്റ്റാബിങ് അറ്റാക്ക്. അതും അവിടെ കറങ്ങി തിരിഞ്ഞ് വന്നത് ആരാണ്? ഇറാസ്മസ് ബ്രിഡ്ജ് സ്റ്റാബിങ്. അതിൽ അയ്യൂബ് എന്ന് പറയുന്ന ആൾ, നമ്മുടെ അറബി അറിയുന്ന അയ്യൂബ് മൗലവി അല്ല, അയ്യൂബ് എന്നുദ്ദേശിച്ച അയ്യൂബ് മൗലവി എന്നാണോ? കറക്റ്റാണല്ലോ. എന്തായാലും 22 വയസ്സുള്ളൂ, അപ്പോൾ ആളതല്ല, എന്തായാലും അറബി അറിയാം. അപ്പോൾ മൂപ്പര് ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യുന്നു. അയ്യൂബ് എന്ന് പറയുന്ന 22 വയസ്സുള്ളൊരു ചങ്ങാതി. പുള്ളിയും അവിടെ കത്തിക്കുത്ത് നടക്കാൻ നേരത്ത് വിളിച്ചത് ജയ് ശ്രീരാം എന്നല്ല, ഹല്ലേലൂയ എന്നല്ല, ജയ് ഡിങ്ക എന്നുമല്ല, ഡിങ്കാഹു അക്ബർ എന്നല്ല വിളിച്ചത്. അവർ പച്ചയ്ക്ക് അറബിയിൽ വിളിച്ചത് അള്ളാഹു അക്ബർ. ദ സസ്പെക്ട് ഷൗട്ടഡ് അള്ളാഹു അക്ബർ സെവറൽ ടൈംസ് ഡ്യൂറിങ് ദ കമ്മീഷൻ ഓഫ് ദ ആക്ട്സ്. ഇതാണ് അവിടുത്തെ ദൃക്സാക്ഷി വിവരണങ്ങൾ. അപ്പോൾ ലോകത്ത് നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിൽ നടക്കുന്ന ചീള് കാര്യങ്ങളൊക്കെ നമ്മൾ തൽക്കാലം അങ്ങ് മാറ്റിവെക്കാം. ഇപ്പോൾ സ്വത്തവകാശം സംബന്ധിച്ച് അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് അതൊക്കെ തൽക്കാലം മാറ്റിവെക്കുന്നു. ആളുകളുടെ അവരുടെ ഹ്യൂമൻ റൈറ്റ്സിനെ ബാധിക്കുന്ന, അവരുടെ ദ വെരി റൈറ്റ് ഓഫ് എക്സിസ്റ്റൻസ് ടു ലിവ്, അതിനെ ബാധിക്കുന്ന സാധനങ്ങൾ എടുക്കാം. ഒന്ന് ഇപ്പം നമ്മൾ കണ്ടു. ഇനി ഇവിടെ മതം വിട്ടവൻ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുക. ഇവിടെ ഒരു ഉസ്താദ് പറയുന്നത് കേട്ടോ, لو تركوا الردة ما كان هناك إسلام، كان انتهى الإسلام منذ وفاة الرسول عليه الصلاة والسلام، فالوقوف أمام الردة هو الذي أبقى الإسلام. وفي آية المائدة إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض أن يقتلوا أو يصلبوا، جاء عن أبي قلابة وغيره من التابعين إن هذه جاءت في المرتدين، وجاءت أحاديث كثيرة، مش حديث واحد ولا اثنين ولا ثلاثة، أحاديث كثيرة عن عدد من الصحابة يعني في أن يقتل المرتد. حديث ابن عباس من بدل دينه فاقتلوه، حديث ابن مسعود لا يحل المرين إلا بإحدى ثلاث، السيب الزاني والنفس بالنفس والتارك لدينه المفارق للجماعة، وحديث أبي موسى الأشعري ومعاذ ابن جبل وأبي هريرة وعدد من الصحابة في مسألة അറബിയായ അറിയുന്ന ആളുകളായി അവരെ പാടാം. എന്തായാലും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് മതം വിട്ടവനെ കൊല്ലണം. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇസ്ലാം ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയുന്നത് ഈ ചങ്ങാതിയാണ്. യൂസഫുൽ കർലാവി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ എമമ അക്ബർ. പുള്ളി പറഞ്ഞ കാര്യം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീരുമാനിക്കുക. അറബി അറിയുന്ന ആൾക്കാരാണല്ലോ. ഇനി മറ്റൊരു കാരണം എന്താണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം?
മറ്റൊന്ന് കേട്ടോ. നിങ്ങൾ ബഹുദൈവ വിശ്വാസികളോട് എതിരാകണം. ഇവരുടെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങളോട് നിങ്ങൾ എതിരെ നിൽക്കണം. ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാരോട് എതിരാകണം. ഖാലിഫുൽ മജൂസ്, നിങ്ങൾ മജൂസികളോട് എതിരാകണം. ഞാൻ ആ ഹദീസിലെ അതേ ലഫ്ള വായിച്ചത് കൃത്യമായിട്ട് പറഞ്ഞു. ഇന്ന മതസ്ഥരുടെ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ വിട്ടു നിൽക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചില സമയത്ത് നിങ്ങൾ നിസ്കരിക്കാൻ പോലും പാടില്ല. നിസ്കാരം എത്ര നല്ല കാര്യമാണ്, എത്ര നല്ല കാര്യമാണ് നമസ്കാരം. ഇസ്ലാം നിർബന്ധമാക്കപ്പെട്ട ഇബാദത്ത്പ്പെട്ട നിസ്കാരം. പക്ഷേ സൂര്യ ആരാധകർ നമസ്കരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാർക്ക് നമസ്കാരം നിരോധിച്ചിരിക്കുന്നു. ഇനി ഞാൻ വിശദീകരിക്കേണ്ടതില്ല, ഒരൊറ്റ കാര്യമാണ് ഇട്ട് പറയും. കേട്ടല്ലോ, ഇതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഓണം ആഘോഷിക്കരുത്, ക്രിസ്മസ് ആഘോഷിക്കരുത്, ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസികളുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കും. ഇപ്പം എന്തൊക്കെ കണ്ടു? ഗ്ലോബൽ ടെററിസം, അതുപോലെ കിൽ അപ്പോസ്റ്റേറ്റ്സ്. ഇപ്പം നമ്മൾ കണ്ടത് ബഹുദൈവ ആരാധകരോട് എടുക്കുന്ന സമീപനം. അതുകൂടാതെ മറ്റു പലതും കണ്ടു. നിങ്ങൾ അമ്പലത്തിന് സംഭാവന കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നതിനേക്കാൾ അബദ്ധമാണ്, കുറ്റകരമാണ്. നിങ്ങൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്ന ഒരാളാണെങ്കിൽ എത്ര നന്മ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ നരകത്തിലേക്ക് പോകൂ എന്ന് പറയുന്ന ഇത് സമൂഹത്തിൽ പറയുന്നു, ഛർദ്ദിക്കുന്നു ഇവിടുത്തെ ഈ മതപണ്ഡിതർ, ഇസ്ലാമിക പണ്ഡിതർ. അവരെ മുൻനിർത്തിയിട്ട് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കും. കാരണം അവർ വിമർശിക്കുന്നത് അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ നിയമമാണ്. ഇസ്ലാം വിമർശിക്കപ്പെടും, ഇതാണ് നമ്മൾ പറയുന്നത്. ഇനി മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്ന സാധനം അത് അറബി പറയുമ്പോൾ മനസ്സിലാകാത്ത നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ഉസ്താദ് മദ്രസയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ പ്രയോഗത്തിന് മുന്നെയാണോ ശേഷമാണോ എന്നറിയില്ല, എന്തായാലും പഠിപ്പിച്ചൊരു സാധനം അത് നമുക്ക് കേൾക്കാം. ഇങ്ങനെ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവൻ്റെ വിധി? അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു, അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല, അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത്? അല്ല. ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം, ഞാൻ എൻ്റെ മതം ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ്, നരകത്തിൽ ഖാലിദാണ്. അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ, ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. കേട്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് എക്സ് മുസ്ലിം എന്ന് പേരിട്ട് നടക്കേണ്ടി വരുന്നു? അതുകൂടിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഹിന്ദു മതത്തിൽ നിന്ന് പോയാൽ നിങ്ങളെ തല്ലിക്കൊല്ലാൻ ആരും ഇവിടെ വരില്ല. ഒരു കൊടിഞ്ഞി ഫൈസലിൻ്റെ കഥയായിട്ട് ഇവിടെ ആൾക്കാർ വരാറുണ്ട്. കൊടിഞ്ഞി ഫൈസലിൻ്റെ കഥ വേറെ തന്നെയാണ്. കൊടിഞ്ഞി ഫൈസൽ മതത്തിലേക്ക് പോയി എന്ന് മാത്രമല്ല, അതിനുശേഷം സ്വന്തം വീട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അതിൻ്റെ പേരിൽ കശപിശ ഉണ്ടായി. അതിൻ്റെ പേരിലാണ് അവിടെ അടിയും ബഹളവും നടന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് മതം മാറിയതിൻ്റെ പേരിലാണ് ഹിന്ദുക്കൾ തല്ലിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ വേവില്ല. അത് വേറെ വിഷയമാണ്, പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഏതായാലും മതം വിട്ടവനെ കൊല്ലണം എന്നത് ഏതെങ്കിലും വ്യക്തികൾ, ഏതെങ്കിലും ഹിന്ദുക്കൾ വന്ന് തല്ലിക്കൊല്ലുന്ന പോലെയല്ല, രാജ്യങ്ങൾ നിയമമായിട്ട് നടപ്പിലാക്കുന്നു. ബ്ലാസ്ഫമി നിയമങ്ങളായാലും അപ്പോസ്റ്റസി നിയമങ്ങളായാലും രാജ്യത്തിൻ്റെ നിയമമാക്കി വെച്ചുകൊണ്ട് ആളുകളെ കൊല്ലുന്നത് അത് ഇവിടെ ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമാണ് ഇന്ന്. അതുകൊണ്ടാണ് എക്സ് മുസ്ലിം എന്ന പേര് പോലിട്ട് നടക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇസ്ലാമിനെ ചെകഞ്ഞെടുത്ത് വിമർശിക്കേണ്ടി വരുന്നത്. ഇനി അടുത്തത് ബ്ലാസ്ഫമി നിയമം. പാകിസ്ഥാനിൽ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന സംഗതിയാണ്. മതനിന്ദ നടത്തി എന്ന് പറഞ്ഞിട്ട് ആളെ കൂട്ടിയിട്ട് തല്ലുക, എന്നിട്ട് പിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക. ഇതാണ് സ്ഥിരം പരിപാടി. ഇപ്പോൾ അതിൽ ഏറ്റവും അവസാനം ഇരയായിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇതിൽ ഏറ്റവും വലിയ തമാശ, നമ്മുടെ ഇവിടെ നടന്ന ചില സംഭാഷണങ്ങൾക്ക് സമാനമായ സംഭാഷണം പാകിസ്ഥാനിൽ നടന്നു. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നതാണ് നമ്മൾ കാണേണ്ടത്. പ്രോമിനൻറ്റ് പാകിസ്ഥാനി മൗലാന താരിഖ് മസൂദ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ ജാക്കിർ നായിക്കിനെ കുറിച്ച് പറയുന്ന പോലെ അവരുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിലും ഒരുപാട് ആളുകൾ തീവ്രവാദത്തിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണമായ വ്യക്തി
ഈ പറയുന്ന ആളാണ് താരിഖ് മസൂദ്. ഇദ്ദേഹത്തിൻ്റെയൊക്കെ പല പ്രസംഗങ്ങളും വളരെ ഇൻഫ്ലമേറ്ററി ആണെന്ന് മാത്രമല്ല തീവ്രവാദത്തിലേക്ക് ആളുകളെ നേരെ കൊണ്ടെത്തിക്കുന്ന സാധനങ്ങളുമായിരുന്നു. അങ്ങനെയുള്ള ആൾ ഇപ്പോൾ ഒരു ഒട്ടകവാല് പിടിച്ചിരിക്കുകയാണ്. എന്താണ് ആ ഒട്ടകവാൽ? പുള്ളി പറഞ്ഞ് സംഗതി കയ്യിൽ നിന്ന് കുറച്ച് അധികം അങ്ങോട്ട് ഇട്ടു. ഒരു വീഡിയോ ക്ലിപ്പിൽ പുള്ളി പറഞ്ഞത് വൈ ആർ യു ഫോളോയിങ് നബി വെൻ ഹി ഡിഡ് നോട്ട് നോ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. കുറച്ച് നാൾ മുന്നേ നമ്മൾ പറഞ്ഞതാണ്. ജബ്ബാർ മാഷ്ക്ക് മാത്രമല്ല അറബി എഴുതാനും വായിക്കാനും അറിയാത്തത്, മുഹമ്മദ് നബിക്കും അറിയില്ലായിരുന്നു. ഉള്ള കാര്യമല്ലേ, നിങ്ങൾ തന്നെയല്ലേ പറയാറുള്ളത്. ഇത് ഉസ്താദ് പറഞ്ഞു. ഹിസ് റിമാർക്സ് ഫർദർ ഇഗ്നൈറ്റഡ് ഔട്ട്റേജ് വെൻ ഹി കമൻറ്റഡ് ഓൺ ദ ഖുറാൻസ് കമ്പോസിഷൻ ക്ലെയിമിങ്. അതായത് താരിഖ് ഈ ചങ്ങാതിയും എന്താണ് പേര് മറന്നുപോയല്ലോ, താരിഖ് മസൂദ് മെല്ലെ ഒരു എക്സ് മുസ്ലിമായി തുടങ്ങിയോ എന്നൊരു സംശയമില്ലാതില്ല. പുള്ളി പറഞ്ഞത് ഹിസ് റിമാർക്സ് എന്താണ്? The one who is present in the Quran did not even write a single word and called others to write for him, which led to grammatical mistakes. അതായത് ഖുർആനിൽ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ട് എന്ന് പറഞ്ഞുപോയി അറിയാതെ. കാക്കമാർ വെറുതെ വിടുമോ? അതും പാകിസ്ഥാനിൽ അവർ പിന്നാലെ കൂടി തല്ലിക്കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. മൂപ്പരിപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ ഉദ്ദേശിച്ചത് അതായത് എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുകയാണ്. അറബിയിലാണെന്ന് തോന്നുന്നു. എന്തായാലും അറബി എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്താ ഉണ്ടായത്? നോ കറക്ഷൻസ് were done because Muhammad did not know there were grammatical errors which continue till today. അതായത് ഇപ്പോഴും നിങ്ങൾക്ക് ഖുർആൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രാമാറ്റിക് മിസ്റ്റേക്സ് ഉണ്ടാകും. അതുണ്ട്. അത് മുഹമ്മദിന് കണ്ടുപിടിക്കാൻ അറിയില്ലായിരുന്നു. കാരണം എന്താ? മുഹമ്മദിന് എഴുത്തും വായന അറിയില്ല. എന്താണ് മറ്റേ സിനിമയിൽ പറയുന്നത്, എനിക്ക് എഴുതാൻ അല്ലേ അറിയൂ, എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ മാതിരിയാണ് മുഹമ്മദ് നബിയുടെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെയല്ലേ നമ്മളിവിടെ പറയുന്നത്. അബ്ദുള്ള ഇബ്നു അബീസർ, പുള്ളിയുടെ ഒരു കഥ നമ്മൾ പറയാറുണ്ട്. എന്താണത്? സ്ക്രൈബായിട്ട് വന്ന ആളാണ് പുള്ളി. മുഹമ്മദ് നബി പറയുന്ന സാധനമൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടി അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ പുള്ളി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ട് മുഹമ്മദ് നബിയോട് ആകൃഷ്ടനായി അതിൽ മതത്തിലേക്ക് ചേർന്ന് എന്നിട്ട് സ്ക്രൈബായിട്ട് ജോലി കിട്ടി അവിടെ ജീവിക്കുകയാണ്. ആ സമയത്ത് ഇതേപോലെ ആയത്ത് വരുന്ന സമയത്ത് പുള്ളി കയ്യിൽ നിന്നിടാൻ തുടങ്ങി. അതായത് മുഹമ്മദ് നബി ആയത്ത് പറയും, മൂപ്പർ എഴുതുമ്പോൾ തോന്നും ഇതും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് പറയും. കൊള്ളാം എഴുതിക്കോ, ചേർത്തോ, ആൾ മുത്താണ്ടാ എന്നൊക്കെ പറയാൻ തുടങ്ങി മുഹമ്മദ് നബി. കുറേ കഴിഞ്ഞപ്പോൾ പുള്ളി ചില സമയത്ത് ചിലതൊക്കെ അള്ളാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് നിങ്ങളിപ്പോഴും ഓതാറുള്ള ആ സൂറത്തിലെ ആ ഭാഗം അത് അബീസറിൻ്റെ വകയാണ്. മുഹമ്മദ് നബിക്ക് കിട്ടിയതല്ല, വഹി വന്നതല്ല. അങ്ങനത്തെ ഏതൊക്കെയാണ് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് മുഹമ്മദ് നബിക്ക് പോലും അറിയില്ല. പിന്നെയല്ലേ നമുക്കറിയുന്നത്. അബീസറിൻ്റെ വക ഒരുപാട് ആയത്തുകളുണ്ട്, ഒരുപാട് വാക്കുകളുണ്ട്. അതൊക്കെ വന്ന് മൂപ്പർക്ക് തന്നെ തോന്നി ഇത് സംഗതി ഉടായ്പാണ്, മുഹമ്മദ് നബിക്ക് വഹി കിട്ടണമെന്നല്ല, ഇത് കയ്യിൽ നിടുന്നതാണ് എന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി നേരെ മതം ഉപേക്ഷിച്ച് ആദ്യത്തെ എക്സ് മുസ്ലിമായി എന്ന് വേണമെങ്കിൽ പറയാം. മൂപ്പര് നേരെ മക്കയിലേക്ക് വന്നു. മുഹമ്മദ് നബിക്കെതിരെ ഇതൊക്കെ വിളിച്ചു കൂവി നടന്നു. മൂപ്പരെ കൊല്ലാൻ വേണ്ടി ഉത്തരവിടുന്നു. മക്ക വിജയത്തിൻ്റെ സമയത്ത് ലിസ്റ്റിട്ട് കൊല്ലാൻ വേണ്ടി ആളെ കൊടുത്തപ്പോൾ അതിലൊരു വ്യക്തി ഇങ്ങേരായിരുന്നു. ഇങ്ങേരെ രക്ഷിച്ചത് ഉസ്മാനാണ്. ഇതിൻ്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് കഥ? മുഹമ്മദ് നബിക്ക് വായിച്ചപ്പോൾ ഇത് വായിക്കാൻ അറിയണ്ടേ? ഇത് എഴുതിയ സാധനം കണ്ടിട്ട് ഇതിൽ ഇന്നത് തെറ്റാണ്, ഇതെങ്ങനെ അല്ലല്ലോ ഞാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞിരാമ, നിന്നോട് ആരാ പറഞ്ഞത് ഇപ്പോൾ ചായ കൊണ്ടുവരാൻ എന്ന് ചോദിച്ചിട്ട് തിരുത്താൻ മുഹമ്മദിന് അറിയില്ലല്ലോ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളുടെ താരിഖ് മസൂദ് അവിടെ പറഞ്ഞത്. ഖുറാനിൽ പലതും ഉണ്ട്, ഇങ്ങനെയുള്ള തെറ്റുകളുണ്ട്, മുഹമ്മദ് നബിക്ക് എഴുത്തും വായന അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് നമ്മളിവിടെ പറയാറുണ്ട്. അയ്യൂബ് മൗലവിക്ക് മാത്രമേ അറബി അറിയുള്ളൂ, പിന്നെ മുഹമ്മദ് ബുർക്ക് ഇച്ചിരി അറിയാം, 5ാം ക്ലാസ് വരെ അങ്ങോട്ട് പഠിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി നിരക്ഷരനാണ്, പുള്ളിക്ക് എഴുതാനും വായിക്കാനല്ല. അറബി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലമ്പോ അൽ യാഗത്തിൽ എന്നൊക്കെ പറഞ്ഞ് പാടി നടക്കാം എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള അറബിയൊന്നും അറിയില്ല. അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ബ്ലാസ്ഫമി നിയമം. അപ്പോൾ ലോകത്ത് കൺട്രീസ് ദാറ്റ് മെയിൻറ്റെയിൻ ദ ഡെത്ത് പെനൽറ്റി ഫോർ അപ്പോസ്റ്റസി ഓർ ബ്ലാസ്ഫമി ഏതാണ്? നൈജീരിയ ഇസ്ലാം, മൗറിറ്റാനിയ ഇസ്ലാം, സൗദി അറേബ്യ ഇസ്ലാം, ഇറാൻ ഇസ്ലാം, അഫ്ഗാനിസ്ഥാൻ ഇസ്ലാം, പാകിസ്ഥാൻ ഇസ്ലാം, ബ്രൂണൈ ഇസ്ലാം, മാൽഡീവ്സ് ഇസ്ലാം, യമൻ ഇസ്ലാം, സൊമാലിയ ഇസ്ലാം, ഖത്തർ ഇസ്ലാം. ഇതിലെവിടെ ഇസ്ലാം അല്ലാത്ത ഒരു രാജ്യമുള്ളത്? നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇതുകൊണ്ടാണ് ഇസ്ലാമിനെ നമ്മൾ വിമർശിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വിചാരിക്കണ പോലെ ഇവിടെ പെണ്ണുണ്ട്, കള്ളുണ്ട്, ചൂഷണം, മണ്ണാങ്കട്ടയാണ്, ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇസ്ലാമില്ലെങ്കിലും ഇനി ഈ ചൂഷണത്തിൻ്റെ കഥ, ലോകത്ത് ഏറ്റവും കൂടുതൽ പോൺ അത് കൺസ്യൂം ചെയ്യുന്ന ഒരു രാജ്യം, അതിൻ്റെ ലിസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അതിൽ 1ാം സ്ഥാനത്ത് ഇസ്ലാമിക രാജ്യമാണ്. അത് തന്നെ പാകിസ്ഥാനാണ് പലപ്പോഴും കയറി വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുത്ത് വെച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ കാക്കാമാർ പിന്നെ ഏറി കയറും. കാക്കാമാരോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ ഇമാമായിക്കൊണ്ട് നമ്മളെ സാക്ഷാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലവും ഉണ്ടാകും. വെറുതെ എന്തിനാ ഈ പരിപാടിക്ക് നിൽക്കുന്നത്? എം.എം. അക്ബറിനെ കൊണ്ട് അവിടെ പണിക്കുന്ന പോരെ.
നിങ്ങൾ ഇവിടെ രണ്ട് കാര്യം ചെയ്തു, രണ്ടും അടപടലം 3G എന്ന് പറയാം. അതായത് സ്ത്രീ ചലാകർമ്മത്തെക്കുറിച്ച് പറഞ്ഞു, ഉസ്താദുമാർ തന്നെ അത് നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ചു തന്നു. ഇസ്ലാമിലുണ്ട് ഈ സ്ത്രീ ചലാകർമ്മം. അത് ഉണ്ടോ ഇല്ലയോ എന്നതല്ല ഇവിടുത്തെ തർക്കം. അത് സുന്നത്താണോ അത് നിർബന്ധമാണോ എന്നത് സംബന്ധിച്ച തർക്കമുള്ളൂ. അവിടെ ഇമാം അക്ബർ ആളെ പറ്റിക്കുന്നു, വിശ്വാസികളെ പറ്റിക്കുകയാണ്, നുണ പറയാണ്. ഇതാണ് നമ്മളിവിടെ കണ്ടത്. അതേപോലെ എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നു? ഇതൊക്കെയാണ് കാരണം. അപ്പോസ്റ്റസി നിയമങ്ങൾ, ബ്ലാസ്ഫമി നിയമങ്ങൾ, ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കൽ, കാഫിറുകളോടുള്ള നിലപാടുകൾ, അതുപോലെ മറ്റ് ഓരോ കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടു. ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോൾ ഗ്ലോബൽ ടെററിസം പോലെ നമ്മളെടുത്ത് നോക്കിക്കഴിയുമ്പോൾ അതിൽ ഒരേ ഒരു മതം, അതായത് നിങ്ങൾ അല്ലാഹു അക്ബർ കേൾക്കുമ്പോൾ മാത്രമേ ഓടുള്ളൂ, അത് കാക്കാമാർ വരെ ഓടും. ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മളെപ്പോഴും പറയുന്ന ഒരു സീനുണ്ട്, ഒരു സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിൽ ഒരു ബോംബ് ഭീഷണി, ഇത് മാറ്റണം, ആളുകളെ ഒഴിപ്പിക്കണം. എന്ത് ചെയ്യുന്ന ഒരു വഴിയില്ല. നല്ലൊരു കളി നടക്കുകയാണ്, ആളുകൾ കളിയിൽ മുഴുകിയിരിക്കുകയാണ്. എത്ര പറഞ്ഞിട്ട് ആളുകൾ ചേട്ടാ ഒരു ബോംബുണ്ട് ഒന്ന് ഇറങ്ങണം, അനൗൺസ്മെൻറ്റ് വരെ നടത്തി നോക്കി, ആരും പിന്നെ പൊട്ടുമ്പോൾ പൊട്ടട്ടെ എന്ന് പറഞ്ഞിരുന്നു. അവസാനം അറ്റ കൈക്കൊരു പരിപാടി, നടു കളത്തിലിറങ്ങി നിന്നിട്ട് അല്ലാഹു അക്ബർ ഒറ്റ വിളി, സ്റ്റേഡിയം 2 സെക്കൻഡ് കൊണ്ട് സാധനം ക്ലീൻ, കാലി. ഇതാണ് അല്ലാഹു അക്ബറിൻ്റെ ഒരു പവർ. അല്ലാഹു ചുമ്മാതാണോ സുമ്മാവാണോ ഇതുപോലെ ഓൾ പവർഫുൾ ആണ് എന്ന് പറയുന്നത്? ഒരു സ്റ്റേഡിയം വരെ നിമിഷ നേരം കൊണ്ട് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ യേശു ക്രിസ്തുവിനെ കൊണ്ട് ഒരു ഗുണമില്ല, ഡിങ്കനെ കൊണ്ട് പോലും ഒരു ഗുണമില്ല എന്ന് വരുമ്പോൾ അവിടെ അല്ലാഹു തന്നെ വരണം എന്ന് പറയുമ്പോൾ ഇതിൽ പരം ഒരു മഹത്വം. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു മിനിറ്റ് അറബി വിളിച്ചിട്ടുണ്ട്. ഇതാണ് ഇസ്ലാമിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. എത്ര കൃത്യമാണ് ഇസ്ലാം, എത്ര പവർഫുള്ളാണ് ഇസ്ലാം, സിമ്പിളാണ് ഇസ്ലാം. ഒരു സ്റ്റേഡിയം, 10,000 തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേഡിയം, അത് ഒഴിപ്പിക്കണമെങ്കിൽ പോലും നിങ്ങൾ അവിടെ യേശു ക്രിസ്തുവിനെ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല, അവിടെ നിങ്ങൾ ഡിങ്കനെ വിളിച്ചിട്ട് കാര്യമില്ല, അവിടെ നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കൂ, സ്റ്റേഡിയം കാലിയും അല്ലാഹു അക്ബർ എന്ന ആ തക്ബീർ ധ്വനി അതങ്ങ് മുഴങ്ങിക്കഴിയുമ്പോൾ എൻ്റെ പൊന്ന് സാറേ പിന്നെ നമുക്കൊന്നും കാണാൻ കഴിയില്ല. നാട്ടുകാർ നെട്ടോട്ടമായിരിക്കും, കാക്കാമാർ വരെ നെട്ടോട്ടമായിരിക്കും എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ആ ഒരു വലിയ അവസ്ഥ. അതൊരു വല്ലാത്ത കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് പറ്റുന്ന ആളുകളൊക്കെ നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വേറെ വഴിയൊന്നുമില്ലല്ലോ, ബിരിയാണി നിന്ന് പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് പറയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാങ്ക് വിളിയും കൂടി കേട്ടിട്ട് ഇത് നിർത്താം. നമ്മളെ ബാങ്ക് വിളി അത് കുറച്ചും കൂടി ആ ഒരു അറബിയിലൊക്കെ പറയുന്ന ആളുകൾ പറയുന്ന ആ ഒരു സ്റ്റൈലിൽ വിളിക്കാൻ കെൽപ്പുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലെ ലിറിക്സ് ഒന്ന് നോട്ട് ചെയ്ത് എടുത്തിട്ട് അതുപോലെ ഒന്ന് റിസൈറ്റ് ചെയ്ത് എനിക്ക് ടെലഗ്രാം വഴി ഒന്ന് അയച്ചു തന്നാൽ നമുക്കത് മ്യൂസിക്കൊക്കെ കയറ്റി നമുക്കിവിടെ പ്ലേ ചെയ്യാം. അതായത് നമ്മൾ ആ സാധാരണ അല്ലാഹു അക്ബർ ആ ഒരു സ്റ്റൈൽ അത് വരണം. നമ്മളിപ്പോൾ ഇത് ഓതുമ്പോൾ നമ്മൾ മലയാളി പാടണ മാതിരിയുണ്ട്, അത് ശരിയാവില്ല. അപ്പോൾ അതിന് പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എല്ലാവരും നാട്ടുകാർ മുഴുവൻ ഇസ്ലാമിനെ വിമർശിക്കണേ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം UA ടീമിൻ്റെ ലൈവിൽ പോയി അല്ലാഹു അക്ബർ എന്ന് കമൻ്റ് ഇട്ടു, ലൈവിലുള്ള ആളുകൾ ഇറങ്ങി ഓടി. അപ്പോൾ ആളുകൾ ലൈക്ക് ചെയ്തും എല്ലാം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ തക്ബീർ ഓല ഊബർ. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah, Ashhadu an la ilaha illa Dingah, Ashhadu anna mitu moyal rasulu Dingah, Ashhadu anna mitu moyal rasulu Dingah, Hayya ala free thinking, Hayya ala free thinking, regret മണ്ണാങ്കട്ട. Hayya ala scientific temper, love you too. Hayya ala
scientific temper. നമ്മുടെ ബാക്കപ്പ് ചാനൽ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്. Dingahu Akbar, Subscribe, Dingahu Akbar. La ilaha illa dinga. Yes, la ilaha illa dinga. അപ്പോൾ നാളെ നമുക്ക് കാണാം. ബാക്കപ്പ് ചാനൽ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിരുന്നോളൂ. നമ്മളുടെ മെയിൻ ചാനലിനുള്ള ഭീഷണികളൊക്കെ പതിയെ കുറഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്തായാലും കൺഫേം ആകുമ്പോൾ നമ്മൾ പറയാം. ഏതായാലും ഇപ്പോൾ സേഫ് സോണിലാണ്. അപ്പോൾ അങ്ങനെ പോകുന്നു. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.